Hi, good morning. Good morning, Miss. Morning, Miss. വളരെ കുറച്ച് ആളുകൾ കയറിയിട്ടുള്ളൂല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. ഓക്കെ, വരുന്നവർ വരട്ടെ. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമുക്ക് തുടങ്ങാലോ ക്ലാസ് അല്ലേ? വൈകിയ എല്ലാവരും കയറാൻ തോന്നുന്നു. ഒരു ദിവസം 1 മിനിറ്റ് വൈകുമ്പോൾ നമ്മൾ കാത്തിരിക്കും എല്ലാവരും കയറട്ടെ അപ്പൊ എനിക്ക് തോന്നുന്നത് ടീച്ചർ നമ്മൾ വന്നിട്ടേ തുടങ്ങണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും 1 മിനിറ്റ് വൈകിക്കൊണ്ടിരിക്കാൻ തോന്നുന്നത് അല്ലേ? അതാണ് ഇത്രയും സമയം കാണുന്നില്ലായോ? എന്തോ അല്ല, ഷെയർ ചെയ്ത് സ്ക്രീനിൽ കാണുന്നില്ല. വേറെ കണ്ടോ? എന്തോ ഷിനു? മിസ് അത് ഇങ്ങനെ 2 ഇതിൽ കിടക്കുന്നുണ്ട്. സ്മാർട്ട് പിന്നെ ഒന്ന് നിഷ, 3 ഇതാണ് കിടക്കണേ. അല്ല, ഇപ്പൊ സ്ക്രീൻ കാണണ്ടോ? 37 ചാപ്റ്റർ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ ഇപ്പൊ കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു. നിങ്ങളെ എത്ര പേരൊക്കെ ഉണ്ടെന്ന് ഇവിടെ ഒന്ന് സ്ക്രീൻ ഒന്ന് കാണാൻ വേണ്ടി. മുഖം കാണുന്നില്ലെങ്കിലും നിങ്ങളെ ഇവിടെ വിസിബിൾ ആയിട്ടുള്ള ആളുകൾ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട് എന്നൊന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്ത് വെച്ചതാ. ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് അത് ഓപ്പൺ ആക്കിയാൽ മതിയല്ലോ. വേറെ ഒരെണ്ണം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് കൂടി കയറിയേക്കുന്നതാണ്. അതിനകത്ത് എന്റെ തന്നെയാണത്. അതെന്റെയാണ് കേട്ടോ, വേറെ പുറത്തുനിന്നുള്ളവരുടെ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നോ? ഒന്ന് വായിച്ചായിരുന്നോ? നമ്മൾ ആൻസറും പറഞ്ഞിട്ടാണ് നിർത്തിയത് ക്ലാസ്? ഇല്ല. അപ്പൊ ആൻസർ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച ആൻസർ പറഞ്ഞേ. ഷിനു തുടങ്ങിയൊന്ന് ഓരോരുത്തർ ഓരോ ക്വസ്റ്റ്യൻ വായിക്കണേ. ഓക്കെ. Who is the first to call himself PR professional? പ്രൊഫഷണൽ സ്വയം വിളിച്ചത് ആരാണ്? എഡ്വാർഡ് ബെർണേസ്. എഡ്വാർഡ് ബെർണേസ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് ഓക്കെ, റജീന ഒന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കോ? റജീന ഉണ്ടോ അവിടെ? ഇല്ല. ഹരിത വായിക്കോ? ഹരി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ? എല്ലാവരുടെയും സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. ഒരാൾ മാത്രം ചിലപ്പോ എനിക്ക് തോന്നുന്നു 1, 2, 3 പേര് മാത്രമേ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് റിപ്ലൈ തരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. ഇല്ല, വായിക്കില്ല. ഹരിത, പ്രജീന, ആരെങ്കിലും ഒരാൾ വായിക്കോ? മിസ്സേ, ഞാൻ വായിക്കാം. Second question, public relations means knowing what the public hopes and how administration is satisfying there. Satisfying these desires. സാറ്റിസ്ഫൈങ് ദീസ് ഡിസയേഴ്സ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് പബ്ലിക് ഹോപ്പ് ചെയ്യുന്നതെന്നും ആ ഹോപ്പ് പോലെ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും അറിയുന്നതാണ് പബ്ലിക് റിലേഷൻസ് എന്ന് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയണം. ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നിന്ന്, ആ പ്രതീക്ഷകൾക്ക് എല്ലാം ഒരു ഉത്തരം അല്ലെങ്കിൽ
സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ അത് അറിയുക എന്നുള്ളതാണ്. നടത്തിക്കൊടുക്കലല്ല, എല്ലാം നടത്തിക്കൊടുക്കലല്ല പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല എന്ന് പറയുന്നത്. എല്ലാ ഏരിയയിലും ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പല വിഭാഗങ്ങളുണ്ട്, പല ഏരിയാസ് ഉണ്ട്, അവിടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ വന്നു പോകുന്ന ഓരോ ക്ലയന്റുകളും പേഷ്യൻസിനും അവരവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെ ഉറപ്പുവരുത്തി അത് അറിയണം. ഇന്ന ഭാഗമൊക്കെ ക്ലിയർ ആണ്, പേഷ്യൻസ് ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ എക്സ്പീരിയൻസ് ഇൻ ദ ഹോസ്പിറ്റലിൽ വരുന്ന അവരുടെ അനുഭവമൊക്കെ വളരെ സാറ്റിസ്ഫാക്ടറി ആണ്, യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ഭയങ്കര ഹാപ്പിയാണ്. പുറത്തിറങ്ങുമ്പോൾ രോഗി വന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അസുഖം മാറുക എന്നുള്ള സന്തോഷത്തോട് ഒപ്പം തന്നെ അവർക്ക് കിട്ടിയ ട്രീറ്റ്മെന്റുകളും സേവനങ്ങളും സർവീസസും ഒക്കെ വളരെ നല്ല രീതിയിലാണെങ്കിൽ അതൊരു നല്ല റിലേഷന് കാരണമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് അറിയുക എന്നുള്ളതാണ്, നോയിങ് ആണ് കേട്ടോ, അറിയുക എന്നുള്ളതാണ്. അവരെല്ലാം പറഞ്ഞത് ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട്, അത് നടത്തി കൊടുക്കാനായിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന് സാധിക്കില്ല. അതൊക്കെ സാറ്റിസ്ഫൈഡ് ആകേണ്ട മേഖലകൾ ഏതാണോ അതുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് അതൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ ഹരിത. ഹരിത വായിക്കാമോ? ഇല്ല അവിടെ അൽഫോൻസ. ഞാനിവിടെ കാണുന്ന പേരാണ്ട വിളിക്കണേ, നിങ്ങള് വേറെ പേരിലാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെയും ഇല്ല, ആളില്ല. ശരണ്യ വായിക്കാം. പബ്ലിക് റിലേഷൻ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ഡാഷ് കമ്മ്യൂണിക്കേഷൻ. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ പെർഫോമൻസ് ആക്ച്വലി ടു വേ കമ്മ്യൂണിക്കേഷനിൽ ബേസ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തത് ശ്രീമോൾ. ഹലോ, ശ്രീമോൾ ഇല്ല. Helen Andrews. Which are the methods of maintaining public relations in the community? കമ്മ്യൂണിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് കൊണ്ടുവരേണ്ട മെയിൻറ്റെയിൻ ചെയ്യേണ്ട മെത്തേഡുകൾ ഏതൊക്കെയാ? Operative methods and communicative methods. Yes, good. Operative method and communicative method ആണ്. അടുത്തത് റിൻഷ. വായിക്കാൻ പറ്റുമോ? അഖില. അടുത്തത് അഖിലുണ്ടോ? അഖിലില്ല. അഞ്ജിത. അഞ്ജിതയില്ല. ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ലാസ്റ്റ് ക്ലാസ്സിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. ഹലോ മിസ്, ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടില്ല, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. ആണോ? ക്ലാസ് ഇന്നലെ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഫുള്ള്. ആണോ? കാണുമ്പോ ക്വസ്റ്റ്യൻസ് കൂടി എഴുതിയെടുക്കണം കേട്ടാ. ഓക്കെ, അടുത്ത സഫിയ വായിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ സഫിയ. മാം, ഞാനും ഇല്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്, ക്വസ്റ്റ്യൻ ഒന്നും കിട്ടിയിട്ടില്ല. ആണോ? ക്ലാസ്സിലുണ്ടായിരുന്നില്ല കഴിഞ്ഞ ലാസ്റ്റ് ആണ് കയറിയത്. അപ്പോഴേക്കിനും ക്വസ്റ്റ്യൻ ഇങ്ങനെ പകുതി കുറെ കഴിഞ്ഞ് ലാസ്റ്റ് 1-2 ക്വസ്റ്റ്യൻ ഞാൻ കേട്ടുള്ളൂ, അത് എഴുതിയിട്ടില്ല. സ്മിത വായിക്കോ. സ്മിത. ഞാൻ ക്ലാസ്സും കേട്ടില്ല. എത്രാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചറെ? ഞാൻ ഇപ്പഴേ കേറിയുള്ളൂ ടീച്ചറെ. ആണോ? 4-മത്തെ അല്ലേ വായിക്കണ്ടേ? 4 അല്ലേ? 5-മത്തെ. 5th ക്വസ്റ്റ്യൻ വായിക്കും. ഓക്കെ വായിക്കാം. Which are the operations performed by workmen? അതാണ് ക്വസ്റ്റ്യൻ. വർക്ക്മെന്റെ ഓപ്പറേഷൻസ്. ഹലോ, ആൻസർ പറയൂ. ടെലിഫോൺ ഓപ്പറേറ്റർ, ഓഫീസ് പേഴ്സണൽ ആൻഡ് അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്. അതൊക്കെയാണ് ഓപ്പറേഷൻസ്. അതായത് മറ്റു ഓപ്പറേഷൻസ് ഹോസ്പിറ്റലിന്റെ എന്താ പറയാ പ്രവർത്തനങ്ങളിൽ നടക്കുന്ന വർക്ക്മെൻ, അതായത് വർക്ക്മെൻ വിഭാഗത്തില് എന്താ പറയാ ഓപ്പറേഷൻസ് ഒരുപാട് വേറെ രീതിയിലുള്ള ഓപ്പറേറ്റേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാ ചോദിച്ചാൽ ടെലിഫോൺ ഓപ്പറേറ്റർ, പിന്നെ എന്താണ് എൻക്വയറി ഓഫീസ് പേഴ്സണൽ, പിന്നെ എന്താണ് അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്. അതൊക്കെ ഏതാണെന്നാണ് ചോദ്യം. നീ ഉണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഷിനു, അടുത്തത് കൂടി വായിക്കോ? വായിക്കാം മിസ്സേ. Making others happy, one must be dash. Yeah. One must be himself.
ഹാപ്പി ഹിംസെൽഫ്. ഒരാളെ നമ്മൾ സന്തോഷിപ്പിക്കാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് മാത്രമല്ല, ഏതൊരു രീതിയിലായാലും ഒരു കോമൺ പ്രാക്ടീസ് അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വി മസ്റ്റ് ബി ഹാപ്പി അവർ സെൽസ് അല്ലെ. നമ്മൾ സ്വയം സന്തോഷവാന്മാരായിട്ടിരിക്കണം. ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സന്തോഷപരമായിട്ടാണ് മറ്റുള്ളവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അല്ലാതെ അവര് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടി ചെന്നിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ എന്താ പറയാ അവരുടെ അടുത്ത് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്ന പോലെ ചെല്ലുന്നു. പക്ഷെ നമ്മൾ അവർക്ക് കൂടുതൽ ദുഃഖമുണ്ടാക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാലോ അത് നല്ലൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല അല്ലെ. അപ്പൊ ഒരു ആള് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ഹാപ്പി അവർ സെൽസ്. നമ്മൾ സ്വയമായിട്ട് സന്തോഷവാന്മാരായിട്ട് ഇരിക്കുന്നത് ഏതൊരു പ്രാക്ടീസ് കോമൺ പ്രാക്ടീസിൽ അങ്ങനെ തന്നെയാണ്. അടുത്തത് പ്രജീന വായിക്കുക. അടുത്തത് പ്രജീന ഉണ്ടായില്ല എന്ന് പറഞ്ഞു അല്ലെ. ഉണ്ടായില്ലെന്നാണോ? ഏഴാമത്തെ അല്ലേ? ആറാമത്തെ ആണോ? ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ് ഇംപ്രൂവ് ഡാഷ് ആൻഡ് പോസിറ്റീവ് മാനർ വിത്ത് അനദർ. എന്താണ് എഫിഷ്യൻസി? അതന്നെ. അതായത് ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ്, അതായത് നമ്മള് ഒരു എന്താ പറയാ വർക്കേഴ്സിന്റെ മൊറൈൽ, നല്ല ഒരു മനോധൈര്യം എന്ന് പറയുന്നത് അവരുടെ തന്നെ എന്ത് വർദ്ധിപ്പിക്കും എന്നാ പറഞ്ഞേക്കണേ? എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുക, അത് മറ്റുള്ള ആളുകളോട് അതായത് താൻ പ്രവർത്തിക്കുന്ന മറ്റു ആളുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഡീലിങ്സിൽ അവർക്ക് ഒരു പോസിറ്റീവ് മാനർ കൊണ്ടുവരാനും ഒരു പോസിറ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അടുത്തത് ആരാ? ശരണ്യ. Dash with effective coordination among all clinical departments arise from good administration, policies, procedures, responsibility, etc. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ആണ് അതിന്റെ ആൻസർ. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ആണ് അതിന്റെ ഡാഷിൽ വരുന്നത്. അടുത്തത് ഇങ്ങോട്ടോ ഒരെണ്ണം കൂടി ഉണ്ട് തോന്നുന്നു. രണ്ടെണ്ണം കൂടി ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. വായിച്ച അടുത്തത് ആരാ? ശ്രീമോൾ വായിച്ചില്ല എന്ന് തോന്നുന്നു നേരത്തെ. ഹെലൻ. A provision to complaint should be to listen to oral complaints instead of dash. Instead of എന്താണ്? Compelling on written one. Compelling on written one. അതായത് നമ്മള് ഏതൊരു ആളുകളുടെയും പേഷ്യൻസിന് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് ഓറലി അവർ പറയുമ്പോൾ തന്നെ അത് കേൾക്കാനുള്ള ഒരു സാവകാശം കാണിക്കണം, അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം അല്ലെ. അല്ലാതെ അവരോട് എന്താ പറയാ പോയിട്ട് അത് എഴുതി ഒരു കംപ്ലൈന്റ് ആയിട്ട് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എഴുതി തരും എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവ് ഒരു ഇഫക്റ്റ് ആണ്. അത് നല്ലൊരു രീതിയല്ല. ആളുകളോട് പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല മെത്തേഡ് അല്ല എന്നാണ് പറയാ. അപ്പൊ എപ്പോഴും ഗുഡ് റിലേഷൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ആർക്കുള്ള കംപ്ലൈന്റ്സ് ആയാലും അതൊന്ന് ശ്രവിക്കാനായിട്ടുള്ള ഒരു സാവകാശം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് റിൻഷ ഉണ്ടായിരുന്നില്ല, നേരത്തെ വായിച്ചില്ല. അഖില ഉണ്ടായിരുന്നില്ല അല്ലെ, എഴുതിയില്ല എന്ന് പറഞ്ഞു. അടുത്തത് അഞ്ജിത ഉണ്ടാവും ഇല്ല. സ്മിത തന്നെ വായിക്കൂ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കൂ. Using dash will be helpful to improve public relation. മാസ് മീഡിയ. മാസ് മീഡിയ ആണ് നമ്മുടെ പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും വലിയ തോതിൽ നമുക്ക് പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു ക്വസ്റ്റ്യൻസ്. അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഒരു 6 രീതി, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, എംപ്ലോയ് ചെയ്യാം ഒരു ഹോസ്പിറ്റലിൽ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ളതാണ് ഒരു 7 പോയിന്റ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു കാര്യം കൂടി പഠിച്ചിരുന്നു. ഏതാണത്? ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെഷറിംഗ് പബ്ലിക് റിലേഷൻസ് അല്ലെ. പബ്ലിക് റിലേഷൻസിനെ നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും, അതിന്റെ അളക്കാനുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണ്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ സൂചകങ്ങൾ. എന്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പബ്ലിക് റിലേഷൻസ് ഒരു കമ്മ്യൂണിറ്റിയിൽ മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അത് 1 by 1 ആയിട്ട് പോയിന്റ് വൈസ് നമ്മൾ പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞ പോയിന്റുകൾ? ഏതൊക്കെയായിരുന്നു? ഒന്ന്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അതായത് പേഷ്യന്റ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതിനെ കുറിച്ച് സർവേ നടത്തുക. അതൊക്കെ നമ്മൾ ഇനി ഓരോന്ന് 1 by 1 ആയിട്ട് അതിന്റെ എന്താ പറയാ എക്സ്പ്ലനേഷൻ പഠിക്കാൻ പോകുന്നുണ്ട്. അന്നേരം പറയാം. നോട്ട് കാണിക്കാം. അതെ അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്. പിന്നെന്താണ് നെക്സ്റ്റ് വൺ? എന്തായിരുന്നു? ജനറൽ ഒപ്പീനിയൻ പോൾ ആണ്.
പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം അല്ലെ, വോട്ടിങ്, പോളിങ്, അതായത് പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായത്തെ കുറിച്ച് നമുക്ക് അറിയാനുണ്ടെങ്കിൽ പോളിംഗിലൂടെ ആ അഭിപ്രായ ശേഖരണം നടത്താം. പിന്നെ ക്വാളിറ്റി കെയർ ഓഫ് യൂസിങ് ചെക്ക് ലിസ്റ്റ്, അതായത് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച്, ഇത് അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ്സിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റിൽ നോക്കിയിട്ട് എത്രത്തോളം ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 10 പേഷ്യന്റ് വന്നിട്ട് ആ 10 പേരിൽ എത്ര പേര് അതിന്റെ ഒരു റിവ്യൂ, ആ ഒരു ഹോസ്പിറ്റലിൽ വന്ന് പോയതിന്റെ റിവ്യൂ ഒരു നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതിന് തന്നിട്ടുണ്ട്. അത് ആ ലിസ്റ്റ് ഒക്കെ നോക്കിയിട്ട്, നമ്മൾ പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിലും എന്താ പറയാ ഹോസ്പിറ്റലിന്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഓരോ പ്ലേസസിൽ എന്താ പറയാ സജഷൻ ബോക്സുകൾ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സജഷൻ ബോക്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് എന്താ പറയാ പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ ഈ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതൊക്കെ എടുത്തു നോക്കിയിട്ട് പിന്നെ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, കിട്ടിയിരിക്കുന്ന കംപ്ലൈന്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് റിലേഷൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൂചകമാണ്. എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി, മറ്റ് സമൂഹത്തിലുള്ള ആളുകൾ എത്രത്തോളം വോളണ്ടറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ പോയിന്റുകൾ, അതാണ് ബോക്സുകളിൽ കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എത്രത്തോളം എഫേർട്ടുകൾ ഈ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് അവരുടെ എത്ര എന്താ പറയാ എന്താ പറയാ ഒത്തിരി സഹായങ്ങൾ അവർ ഇവിടെ തരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ എഫേർട്ടുകൾ ശ്രമങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിന് വേണ്ടി എത്രത്തോളം അവർ കൊടുക്കുന്നുണ്ട്, അതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. പിന്നെ ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ് ഒക്കെ നമ്മൾ പറയും, അത് കുറച്ച് പറയാനുണ്ട്. പിന്നെ കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്, അതായത് ഒരു ഹെൽത്ത് സെന്ററിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അവിടെ വരുന്ന പേഷ്യൻസ് എത്ര കോൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്, അതായത് വീണ്ടും വീണ്ടും വരുന്നതിന്റെ ആ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഒരു പ്രാവശ്യം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റ് മാത്രമല്ല നമ്മളെ വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, അവിടെ എന്താ പറയാ കിട്ടുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ കിട്ടുന്ന എന്താ പറയാ നമ്മളുടെ അവിടെ ഉള്ള സ്റ്റാഫും അല്ലെങ്കിൽ മറ്റു ആളുകളും ഒക്കെ നമ്മളോട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി അവിടെ പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അവിടെ കിട്ടുന്ന ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ബാക്കി ഏത് രീതിയിൽ നോക്കിയാലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അവിടെ പോകാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവില്ല അല്ലെ. അപ്പൊ അത് പിന്നെന്താണ് ഇൻപേഷ്യൻസ് ഹു ലീവ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പ്രകാരം ഹോസ്പിറ്റലിൽ ലീവ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച്. ഇതെല്ലാം തന്നെ പബ്ലിക് റിലേഷൻസ് എത്രത്തോളം ഉണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യാനുള്ള, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സൂചകങ്ങളാണ്. അപ്പൊ നമുക്കിനി ഇത് ഓരോന്നും 1 by 1 ആയിട്ട് പഠിക്കാം. എന്താണ് ഒന്നാമത്തേത് ഇൻഡിക്കേറ്റേഴ്സ്, അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസ്. പബ്ലിക് റിലേഷൻസിന്റെ ആ ഒരു ഇത് അളവ് എത്രത്തോളം ഉണ്ട്, നല്ലതാണോ അല്ലെങ്കിൽ ഹൈയിലാണോ, വളരെ ലോ ആണോ, മോശം റിലേഷൻ ആണ്, അതായത് ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ല എന്നുള്ള ആ സൂചകങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ് എന്നാണ് അതിന്റെ ആ ഒരു മീനിങ് കൊടുത്തേക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മെഡിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവര് നമുക്ക് തരുന്ന മെഡിക്കൽ കെയർ അത് ഇംപ്രൂവ് ചെയ്യുക മാത്രമല്ല അത് പേഷ്യൻസിനെ ഹാപ്പി ആക്കാനായിട്ട്, പേഷ്യൻസ് എത്രത്തോളം ഹാപ്പി ആകണം, എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രത്തോളം ഹോസ്പിറ്റലിൽ ഹാപ്പി ആക്കാനായിട്ട് ഹോസ്പിറ്റലിന്റെ മറ്റ് ഏത് ഡിപ്പാർട്ട്മെന്റുകളും ശ്രമിക്കണം അല്ലെ. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് ആണ് ഈ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ ആ പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യുന്നതിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ അതായത് നല്ല റിലേഷൻസ് ഏത് രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമ്മൾ അറിയണം. അത് എങ്ങനെയാണ് അറിയുന്നത്? ആളുകൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, മറ്റ് അവരുടെ സന്തോഷം, അവരുടെ ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ആ സാറ്റിസ്ഫാക്ഷനിലേക്ക് അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് മൊമെന്റിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ഇറ്റ് ഷുഡ് ഇംപ്രൂവ് ദ മെഡിക്കൽ കെയർ സിസ്റ്റം. അവിടെയുള്ള മെഡിക്കൽ കെയർ സിസ്റ്റം വളരെ നല്ലതായിട്ട് ഇംപ്രൂവ് ചെയ്യണം. അത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ പബ്ലിക് റിലേഷൻസ് കൂടിയേ തരും. നമുക്ക് പബ്ലിക്കിൽ നിന്നാണ് നമുക്ക് എന്താ കിട്ടുക, നമുക്ക് അവരുടെ റെസ്പോൺസ് ആണ് എത്രത്തോളം അവര് സാറ്റിസ്ഫൈഡ്. അല്ലാതെ ഇവിടെ നോക്കുമ്പോൾ ഞാൻ നന്നായിട്ടൊക്കെ നോക്കിയല്ലോ, പരിശോധിച്ചല്ലോ, നല്ല രീതിയിൽ മരുന്നൊക്കെ കൊടുത്തു വിട്ടല്ലോ, അവരോട് വീണ്ടും വരാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല, അല്ലെങ്കിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ നല്ല രീതിയിൽ പേഷ്യൻസിനെ എന്താ പറയാ കൺസൾട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഓക്കെ. പക്ഷെ മറ്റൊരു രീതിയിൽ അവർക്ക് അവര് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിന് കിട്ടുന്നില്ല. അത് ഈ ഡോക്ടർ അറിയുന്ന
അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അപ്പൊ അതൊക്കെ അറിയാനുള്ള ഒരു ഉപാധിയാണ് ഈ പബ്ലിക് റിലേഷൻസ്. അപ്പൊ പബ്ലിക് റിലേഷൻസിലൂടെ ആളുകളുടെ പേഷ്യൻസിന്റെ ഹാപ്പിയസ്റ്റ് അല്ലെങ്കിൽ ഹാപ്പി മൊമെന്റ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ കണ്ടുപിടിക്കാനും അതനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇനി ഏതെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ അതൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ളതാണ് എന്തെന്ന് പറയാ നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെഷറിംഗ് പബ്ലിക് റിലേഷൻസ്. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടത് ഒന്നാമത്തെ പോയിന്റ് ആണ്. ഈ ഇൻഡിക്കേറ്റർ ഏറ്റവും ആദ്യത്തെ ഇൻഡിക്കേറ്റർ ഏതായിരുന്നു? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക എന്നുള്ളതാണ്. സർവേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ സർവേ? എന്താ സർവേ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? നമ്മള് സർവേ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടുണ്ട്. അതായത് സർവേ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എൻക്വയറി ആണ് അല്ലെ. ഒരു എൻക്വയറി എന്ന് വേണമെങ്കിൽ പറയാം. അത് പല രീതിയിലാകാം. അതായത് ചില മീഡിയാസിലൂടെ ആളുകളിലോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം, നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി നമുക്ക് എന്താ പറയാ വിവരങ്ങൾ ശേഖരിക്കാം. അപ്പൊ ഏതെങ്കിലും മെത്തേഡുകളിലൂടെ ആളുകളിൽ നിന്ന് കിട്ടേണ്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയുള്ള സേവനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പുറത്തേക്ക് ആളുകളുടെ മനസ്സിലേക്ക് അവിടുത്തെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടും അവിടെ നൽകപ്പെടുന്ന ആ സർവീസസിനെ കുറിച്ചിട്ടും ആളുകളുടെ മനോഭാവം എന്താണ് അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഓരോരുത്തരെയും പോയിട്ട് എന്താ പറയാ നമുക്ക് അവരെ സർവേ ചെയ്ത് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരു സർവേയിലൂടെ കണ്ടെത്താനായിട്ട്. അപ്പൊ അത്തരം ടെക്നിക്സിലൂടെ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പേഷ്യൻസ് തിങ്ക് ഓഫ് ദ ഹോസ്പിറ്റൽ. അവര് പോകുന്ന ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണോ അവർക്ക് എന്താ പറയാ അവരെ കുറിച്ച് തന്നെ ഒരു വിലയിരുത്താനായിട്ട് ആളുകളിൽ നിന്നും സർവേ നടത്തി മാത്രമേ പറ്റുള്ളൂ. ദർ ആർ ഡിഫറെന്റ് ടെക്നിക്സ്. അതിന് ഇഷ്ടംപോലെ മെത്തേഡുകൾ ഉണ്ട് ഇതുപോലെയുള്ള സർവേകളൊക്കെ നടത്തുന്നത്. സർവേ എന്ന് പറഞ്ഞാൽ ഒരു എൻക്വയറി, ഡാറ്റ കളക്ഷൻ ആണ്. ഒരു ആളുകളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നിന്ന് ഒരു ഡാറ്റ കളക്ട് ചെയ്യുക. ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വന്നു പോകുന്ന പേഷ്യൻസിനെ കുറിച്ചിട്ട്, പേഷ്യൻസിന് ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താണ് അവർക്ക് ഉള്ള തോന്നലുകൾ, അവരുടെ ഫീലിങ്സ് എന്താണ്, അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും വിഷയത്തെ കുറിച്ചിട്ടല്ല. ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിനുള്ള മറുപടികൾ റിപ്ലൈസ് സ്വീകരിക്കുക. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് റിപ്ലൈസ്, അവരുടെ റിപ്ലൈസ് പ്രകാരം ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ദ ഹോസ്പിറ്റൽ ഈസ് വർക്കിംഗ് ഗുഡ് എമംഗ് ദ പീപ്പിൾ. ആളുകളുടെ ഇടയിൽ ഇവരുടെ ഹോസ്പിറ്റലിന് നല്ലൊരു ഗുഡ് വിൽ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങളുടെ സേവനം ആളുകൾക്ക് ഇഷ്ടമാണെന്നൊക്കെ ഉള്ളത് വിലയിരുത്തണമെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്തേ മതിയാകൂ. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്യാൻ ബി ഡൺ ഔട്ട്ഡോർ ഏജൻസി ആയിട്ട്, പുറത്ത് എവിടെയെങ്കിലും ആളുകളിൽ നിന്ന് ഒരു സർവേ നടത്താം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ സർവേ നടത്താം. ഹോസ്പിറ്റലിൽ അകത്തെന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ അതിന് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് സർവേ ക്വസ്റ്റ്യനയർ ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനയർ തയ്യാറാക്കി ആളുകളിലേക്ക് കൊടുക്കുക. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ചിലപ്പോ എന്താ പറയാ ഇൻ ഹൗസ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ സപ്ലൈ ചെയ്തിരിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യനയർ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. നമുക്ക് എന്താണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്, ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ മോശമായിട്ടുള്ള സേവനമാണോ കിട്ടിയത്, ഗുഡ് ആയിട്ടുള്ള സേവനമാണോ കിട്ടിയത്. അപ്പൊ നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു ക്വസ്റ്റ്യനയർ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് വിൽ, അല്ലെങ്കിൽ പേഷ്യൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ബന്ധപ്പെട്ടവര് എന്ത് ചെയ്യുന്നു അത് വന്നിട്ട് അവർക്ക് അത് ഫില്ല് ചെയ്യാനും ചിലപ്പം അവരെ കൊണ്ട് ചിലപ്പോൾ നിർബന്ധിക്കേണ്ടി വരും. നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യനയർ ഫില്ല് ചെയ്ത് ഞങ്ങൾക്കൊന്ന് തരിക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ വി ക്യാൻ ഫിൽ ദാറ്റ്. അത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന പോലെ ഒന്നും എഴുതേണ്ടതായിരിക്കില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങളുടെ എക്സാം എഴുതുന്നത് പോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആകാം. ഒരു 4 ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ഫോർമാറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ വേറെ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. എന്താണ് ക്വസ്റ്റ്യൻ ആയിരുന്നു മനസ്സിലായോ? ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താന്ന് പറഞ്ഞപ്പോ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. കുറെ ഇമേജസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനയറിൻ്റെത് വേണമെങ്കിൽ കാണാൻ പറ്റും. അതില് ഏതെങ്കിലുമൊക്കെ ഒന്ന് വെറുതെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അത് അവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് അത്ര വിസിബിൾ അല്ല, വളരെ ചെറിയ ഇതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഞാനിവിടെ കാണിച്ചു തരാന്ന് പറഞ്ഞേ.
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ കണ്ടോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റുകൾ സാറ്റിസ്ഫാക്ഷൻ സർവേക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്, ഒരു സർവേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഡ്യൂറിങ് ദിസ് ഹോസ്പിറ്റൽ സ്റ്റേ ഹൗ ഓഫൺ did nurses treat you with courtesy and respect? എത്രത്തോളം എന്താ പറയാ മര്യാദയോടും അല്ലെങ്കിൽ ബഹുമാനത്തോടും കൂടിയാണ് ഇവിടെയുള്ള നഴ്സസ് നിങ്ങളോട് പെരുമാറിയത്? കാണുന്നുണ്ടോ സ്ക്രീനില്? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതൊരു സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അവിടെ അതിന് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഒരു മൾട്ടി ആൻസർ എന്താ പറയാ ആൻസർ കിട്ടുന്ന രീതിയിലാണ്, മൾട്ടി ചോയ്സ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നെവർ എന്ന്, പിന്നെ സംടൈംസ് ഇടയ്ക്ക്, പിന്നെ യൂഷ്വലി മിക്കപ്പോഴും, പിന്നെ ഓൾവേസ് എല്ലായ്പ്പോഴും എന്നൊക്കെയാണ്. അപ്പൊ ഇതിൽ ഏതാണോ നമുക്ക് ആവശ്യമുള്ള ഒരു ചോയ്സ് എന്ന് വെച്ചാൽ നമുക്കത് ടിക്ക് ചെയ്യാം, ആൻസറിൽ ടിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ഞങ്ങളോട് മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, സോറി നല്ല രീതിയിൽ എത്രത്തോളം റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്, ഒരു പോസിറ്റീവ് ചോദ്യമാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എല്ലായ്പ്പോഴും ഞങ്ങളോട് അവിടുത്തെ നഴ്സസും മറ്റു ആളുകളും ഒക്കെ വളരെ കേർട്സിയോടും അതുപോലെ തന്നെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പെരുമാറുന്നത്. ഓൾവേസ് ആണെങ്കിൽ ഓൾവേസിൽ ടിക്ക് ഇടാം. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില ആളുകളിൽ നിന്ന്, എല്ലാ നഴ്സുമാരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, അവരുടെ മൂഡ് സ്വിങ്സ് അനുസരിച്ച് അവരുടെ ചിലപ്പോ ഡീൽ ചെയ്യുന്ന പേഷ്യൻസിലേക്ക് ആ ഒരു ഫീലിങ്സ് ഒക്കെ ചിലപ്പോൾ സ്പ്രെഡ് ആകും. അപ്പൊ ആ രീതിയിൽ ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ ചില മാറ്റങ്ങൾ. അപ്പൊ നമുക്ക് നമ്മളുടെ കാര്യം എഴുതേണ്ട ആവശ്യമുള്ളൂ. എന്റെ കാര്യമാണ് ഞാൻ എഴുതണേ, അവർക്ക് കിട്ടുന്ന അവരുടെ അനുഭവമാണ് അവർ പങ്കുവെക്കേണ്ടത് അല്ലെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരാളല്ല സംസാരിക്കുക. ഇങ്ങനെയുള്ള സർവീസ് നടത്തുന്നത് എല്ലാവരുടെയും കൂടി അഭിപ്രായം ഒരാൾ പറയാൻ വേണ്ടിയിട്ടല്ല. സോ അങ്ങനെയുള്ള എണ്ണം എടുക്കും. ആ സർവീസിൽ നോക്കിയിട്ട് എന്താ പറയാ കൂടുതൽ ആളുകളും ഏത് രീതിയിലുള്ള കമന്റുകളാണ് തന്നിരിക്കുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളാണോ അല്ലെങ്കിൽ ഒരു ആവറേജ് പകുതി ആൾക്കാർ നല്ലതെന്ന് പറയുന്നു, പകുതി ആൾക്കാർ. അപ്പൊ ഈ സർവീസ് എടുത്തു നോക്കി അതിനെ വിലയിരുത്തി അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പബ്ലിക് റിലേഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല റിലേഷൻ ആണെങ്കിൽ എല്ലാവരും ഒരു എന്താ പറയാ ഇപ്പൊ 100 ആളുകൾ ഈ ഒരു സർവേയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ഈ സർവേക്കും ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതില് 80-85 ആളുകളും പോസിറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ they can understand that, അവർക്കത് മനസ്സിലാകും എന്താണ് അവിടുത്തെ റിലേഷൻസ് ബിറ്റ്വീൻ ദ പേഷ്യൻസ്, പുറത്തുള്ള ആളുകളിൽ നമ്മളുടെ ഒരു റിലേഷൻ നല്ല രീതിയിലാണ് എന്ന്. അതേസമയം 80% ആളുകൾ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒരു നല്ല റിലേഷൻ ഇല്ല എന്ന് തന്നെ. അപ്പൊ ഇതൊക്കെ സൂചകങ്ങളാണ്. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക പേഷ്യൻസിന്റെ, ആ സർവേ നടത്താനുള്ള ക്വസ്റ്റ്യനയർ മെത്തേഡുകളോ, അതായത് ഇൻഹൗസിൽ അവർക്ക് തയ്യാറാക്കാം, അല്ലെങ്കിൽ പുറത്ത് സർവേ നടത്തണമെങ്കിൽ പുറത്ത് ഏതെങ്കിലും മീഡിയ വഴിയോ അങ്ങനെ എന്തെങ്കിലും അതിന് ഡിഫറെന്റ് വേസ് പറയുന്നുണ്ട്, പോളിംഗ് രീതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേറെയും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ ഹോസ്പിറ്റൽ സ്റ്റേ ഹൗ ഓഫൺ ഡിഡ് നഴ്സസ് ലിസൺ കെയർഫുള്ളി ടു യു? കണ്ട, അവര് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അവിടെ വന്ന ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ്. അല്ലാണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാണ്ടാ ചോദിക്കുക. നമ്മൾ സർവേസ് ഒക്കെ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള സർവേക്ക് മറുപടികൾ കൊടുത്തിരിക്കുന്നവരാണ് നമ്മൾ. ഇപ്പൊ നമ്മളുടെ എന്താ പറയാ 5 കൊല്ലമൊക്കെ കൂടുമ്പോ റേഷൻ കാർഡിലൊക്കെ റിന്യൂവൽ ഒക്കെ നടത്തും അല്ലെ. അപ്പൊ നമ്മളുടെ ഒരു സർവേ നടത്തും അവര് നമ്മുടെ വീടുകളിലേക്ക് ഓരോ ഫോമുകൾ ഇങ്ങനെ, അതും ഒരു സർവേ ആണ്, അതും ഒരു ക്വസ്റ്റ്യനയർ സർവേ ആണ്. അതായത് കുറെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് പ്രിന്റഡ് ഫോമിലേക്ക് ആക്കിയിട്ട് ആളുകളിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും അവരുടെ ആൻസേഴ്സ് സ്വീകരിക്കുക. അതാണ് ക്വസ്റ്റ്യനയർ മെത്തേഡ്. അപ്പൊ ക്വസ്റ്റ്യനയർ എന്താണ്, ആ ഒരു രൂപം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യനയറുകൾ എന്താ പറയാ ഹാൻഡിൽ ചെയ്തിട്ടുള്ളവരാണ്, മനസ്സിലായോ? അപ്പൊ അത്തരം ക്വസ്റ്റ്യനയറുകൾ ഇവിടെ പേഷ്യൻസിന് കൊടുക്കാനും അവരിൽ നിന്ന് ആൻസേഴ്സ് കിട്ടാനും വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. ഇതാണ് ഒരു ക്വസ്റ്റ്യനയറിന്റെ ഫോം. ഒരുപാട് ഓരോ ഹോസ്പിറ്റൽസും അവരവരുടേതായ രീതിയിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യനയർ തയ്യാറാക്കും. അല്ലാണ്ട് ഇതിനൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനയറിന് ഒരു എന്താ പറയാ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ ഇല്ല. It depends upon the hospital policies and procedures. അവരുടെ പോളിസീസും പ്രൊസീജിയേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനയർസ് ആയുള്ളൂ ഓരോ ഓർഗനൈസേഷനും, ഓരോ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനും എന്ത് ചെയ്യാ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനയർ ഒരു ഓർഗനൈസേഷനും ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ സർവീസ്. അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ചോദ്യം ഉണ്ടാക്കേണ്ടത്. അത് ആണ് ഒരു ക്വസ്റ്റ്യനയർ. അപ്പൊ ക്വസ്റ്റ്യനയർ എന്താണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് കാണിച്ചത്. അപ്പൊ മനസ്സിലായല്ലോ ക്വസ്റ്റ്യനയർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ക്വസ്റ്റ്യനയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഒരു ക്വസ്റ്റ്യനയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക?
പേഷ്യൻസിന് എന്തൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റനെയർ തയ്യാറാക്കി കൊടുക്കും. അപ്പൊ അവരത് ഫില്ല് ചെയ്ത് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ, അതായത് ഒരു എന്താ പറയാ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആളുകളിലേക്ക് കൊടുത്തുകൊണ്ട് അതിലൂടെ ആളുകളുടെ റിപ്ലൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഇതാണ്. അത് പ്രിന്റഡ് ഫോമിലായിരിക്കുന്നു മാത്രം, ചോദ്യാവലിയല്ല. ഇപ്പൊ ഞാനിവിടെ ഒരാളെ മുമ്പിൽ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു പോയി, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ, ഇന്ന ഇന്ന ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ നിങ്ങൾ ചെന്നപ്പോ എങ്ങനെയുള്ള ഒരു ഡീലിങ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ഇന്റർവ്യൂ ആണ് അല്ലെ. ഒരാളോട് ചോദിക്കുന്നു, ആളുകളിൽ നിന്ന് ഡാറ്റാസ് നമ്മൾ എന്നിട്ട് കളക്ട് ചെയ്യുന്നു. അതൊരു ഇന്റർവ്യൂ മെത്തേഡാണ്. ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ഫോമിൽ കുറെ ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സ് കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യനെയർ എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ഇൻ എ പ്രിന്റഡ് ഫോം. ക്ലിയർ ആയോ? ഒറ്റ സെന്റൻസിൽ പറഞ്ഞ അതാണ് ക്വസ്റ്റ്യനെയർ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യനെയർ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തതാണ്. അപ്പൊ ഇതാണ്. അപ്പൊ അതുപോലെ ഒത്തിരി ചോദ്യങ്ങൾ അതിനായിട്ട് റിലേറ്റ് ചെയ്ത് അവർ ചോദിക്കും. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് വേണ്ട ആൻസേഴ്സുകൾ കൊടുക്കേണ്ടതാണെങ്കിൽ അതിനൊക്കെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അത് ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം. അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളെ ഇംപ്രൂവ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഈ സർവേസിന്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിലെ ആൻസേഴ്സിന്റെ അല്ലെങ്കിൽ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഷുഡ് ബി കണ്ടക്ടഡ് ബൈ ദ ഹോസ്പിറ്റൽസ് ടു മേക്ക് അവരുടെ ടു മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ടു മെഷർ ദ പബ്ലിക് റിലേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻസ് എത്രത്തോളം ഉണ്ട് എന്ന് അതിന്റെ സൂചകം അളക്കാനുള്ള സൂചകമായിട്ട് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത് യൂഷ്വലി ഒരു ക്വസ്റ്റ്യനെയർ മെത്തേഡിലൂടെ ആകാം, അല്ലെങ്കിൽ ഒരു ഹൗസ് സർവേ ആകാം. ചിലപ്പോ വീടുകളിലേക്കൊക്കെ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനെയർസ് ഓരോ വീടുകളിലേക്കൊക്കെ അടുത്ത പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പൊ ഏത് രീതിയിലാണോ എന്ന് വെച്ചാൽ അത് അവരുടെ ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കൊടുക്കുക. ക്ലിയർ ആയോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എങ്ങനെയാണ് ഒരു പബ്ലിക് റിലേഷൻസ് അളക്കാനുള്ള സൂചകമായി മാറുന്നതെന്ന് മനസ്സിലായോ? പോയിന്റ് ഞാൻ പറഞ്ഞുള്ളൂ, കുറച്ച് കൂടുതൽ നേരം പറഞ്ഞത് ആ ഒരു കാര്യം മനസ്സിലാക്കാനാണ്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് എന്താണ്? കസ്റ്റമർ കംപ്ലൈന്റ് ആണ്. കസ്റ്റമേഴ്സിന് നമുക്കറിയാം, കസ്റ്റമർ എന്ന് പറയുമ്പോ ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാ? നോട്ട് ഒന്ന് കാണിക്കാൻ പറ്റും? നോട്ട് തേനാ PDF കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതെ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവർക്കും കാണാൻ പറ്റാത്തതാണോ? നോക്കിയൊന്ന്. ഇല്ല മിസ്, കാണുന്നില്ല. ഒരു ഇതില് കാണാം മിസ്സേ. ഇല്ല, ഇന്നലെ ഞാൻ അങ്ങനെ കാണിച്ചപ്പോ കണ്ടൂല. മറ്റേ ക്ലാസ്സില് ചെറുതായിട്ട് കാണാം മിസ്സേ. ഓരോ സ്മാർട്ടിന്റെ ഇതിൽ കാണാം. ഇത് ക്ലോസ് ചെയ്തോട്ടെ. ഇത് വലുതാക്കാൻ പറ്റില്ല. അപ്പൊ അത് കട്ടായി പോവില്ലേ? പക്ഷെ ഞാൻ ഇന്നലെ അവിടെ ചെയ്തപ്പോ അവര് പിള്ളേർ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ കാണുന്നില്ലാന്ന്. കാണാം മിസ്സേ. മറ്റേ ക്ലാസ് പറഞ്ഞില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ക്ലാസ്സിൽ വേറെ ഒരെണ്ണം ഇതുപോലെ ഒരു ഇത് കാണിക്കേണ്ടി വന്നു. പക്ഷെ അവര് അന്നേരം പറഞ്ഞില്ല, അവർക്ക് ക്ലിയർ ആവണില്ല എന്ന് പറഞ്ഞില്ല. ഓക്കെ. അടുത്തത് കസ്റ്റമർ കംപ്ലൈന്റ് ആണ്. ആരാണ് കസ്റ്റമർ? ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാ? പേഷ്യൻസ് ആണ് കേട്ടാ. അവിടെ വരുന്ന പേഷ്യൻസ് ആണ്. ആ കസ്റ്റമർ കംപ്ലൈന്റിനെ കുറിച്ചിട്ടേ എസഡോർ ഷാപ്പ് എന്ന് പറയുന്ന ഒരു ആള്, അദ്ദേഹം എന്താ പറയാ ഒരു ഗ്രേറ്റ് മാൻ ആണ്. അദ്ദേഹം എഴുതിയ ഒരു ചെറിയ കൊട്ടേഷനോട് കൂടിയാണ് കസ്റ്റമർ കംപ്ലൈന്റിനെ വിവരിച്ചേക്കുന്നത് കേട്ടാ. ഇറ്റ് ഈസ് ഇൻ ദ കംപ്ലൈന്റ് ഓഫ് കസ്റ്റമേഴ്സ് റിമെമ്പർഡ് ബട്ട് ദ ഔട്ട്കം. അതായത് കസ്റ്റമേഴ്സ് കംപ്ലൈന്റുകൾ ഇങ്ങനെ കൊടുക്കുമ്പോ അവർ കൊടുക്കുന്ന കംപ്ലൈന്റുകൾ എന്താണെന്ന് അവര് റിമെമ്പർ ചെയ്യില്ല, ഓർക്കില്ല എന്ന്. അതിനേക്കാൾ ഉപരി അവർ ഓർത്തിരിക്കുന്നത് എന്തായിരിക്കും അറിയാമോ? ആ കംപ്ലൈന്റിന്റെ ഔട്ട്കം ആണ് ആളുകൾ ഓർത്തിരിക്കുക. നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കുമ്പോ ആ കംപ്ലൈന്റ് എന്താണെന്ന് ചിലപ്പോ ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദ ഔട്ട്കം, ദാറ്റ് മീൻസ് ദ റിസൾട്ട് ഓഫ് ദ കംപ്ലൈന്റ് വിൽ ബി ഓൾവേസ് റിമെമ്പേർഡ് ബൈ ദ കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് അതിൽ നിന്ന് കിട്ടിയ പ്രതിഫലം, അതിന്റെ റിസൾട്ട് എന്താണ്? അപ്പൊ
ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റിനെ സാധൂകരിക്കുക, അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് ഏതൊരു ഓർഗനൈസേഷന്റെയും ഉത്തരവാദിത്വമാണ്. അപ്പൊ കംപ്ലൈന്റ് ഞാൻ എന്താണ് കൊടുത്തത് എന്നുള്ളത് ചിലപ്പോൾ ഞാൻ വിട്ടുപോകും. പക്ഷെ എനിക്ക് അതിൽ നിന്ന് ഒരു നല്ല റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു നല്ല സൊല്യൂഷൻ കിട്ടി, അത് വിൽ ബി റിമെമ്പേർഡ് ഫോർ ഓൾ ദ ടൈം, എവർ ടൈം, എല്ലാ കാലത്തേക്കും അത് ഓർത്തിരിക്കും ആ ഒരു കംപ്ലൈന്റ് എന്ന് എസഡോർ ഷാർപ്പ് എന്ന് പറയുന്ന ഒരാള് എല്ലാ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് ഒരു ചെറിയ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അദ്ദേഹം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കംപ്ലൈന്റ്സിനെ കുറിച്ചിട്ട്. കംപ്ലൈന്റുകൾ നമ്മൾ പലതും പറയും, പക്ഷെ ആ കംപ്ലൈന്റിന് വരുന്ന റിസൾട്ടിനാണ് പ്രാധാന്യം അവിടെ. ഞാനിപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഞാൻ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ആ ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷെ അതിന് എനിക്ക് എന്ത് സൊല്യൂഷൻ ആണ് കിട്ടിയത് അത് ഞാൻ എന്നേക്കും ഓർത്തിരിക്കും. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ പക്ഷെ എനിക്ക് അന്ന് അതിനിങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കിട്ടിയത് എന്ന് ഞാൻ എന്നും ഓർമ്മിച്ചിരിക്കും അല്ലെ. അതായത് കംപ്ലൈന്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റിനെ കുറിച്ചിട്ട് അദ്ദേഹം കൊടുത്ത ഒരു ചെറിയ കൊട്ടേഷൻ ആണ്, അദ്ദേഹത്തിന്റെ വേർഡ്സ് ആണ് പറഞ്ഞത്. ഇനി നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് മാം അത് എഴുതിയ ആളെ പേരൊന്ന് പറയോ? ഇസാഡോർ, ISADO. അത് ഞാൻ നോട്ടായിട്ട് പറഞ്ഞുതരാം കേട്ടോ, നോട്ടായിട്ട് പറഞ്ഞുതരാം. അത് ഒന്നുകൂടി ക്ലിയർ അല്ല മാം, പ്രിന്റിൽ ഞങ്ങൾക്ക് അത് ക്ലിയർ അല്ല. ഞാൻ പറഞ്ഞുതരാം. ഈ ക്ലാസ് ഒന്ന് ആ ഒരു പേജ് തീർന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമുണ്ടോ? ആ ക്വസ്റ്റ്യൻ എയർ എന്താണെന്നൊക്കെ ഒന്ന് പറയാനുണ്ട് കുറച്ചും കൂടി, അപ്പൊ അതും പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഇനി അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ്സ് എന്താണെന്ന് അറിഞ്ഞു, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ കംപ്ലൈന്റ് കൊടുക്കുന്ന കസ്റ്റമർക്ക് കംപ്ലൈന്റ്സ് ചിലപ്പോൾ ഓർത്തിരിക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷെ ദ റിസൾട്ട് വിൽ ബി എവർ റിമെമ്പേർഡ്. എന്നും കുന്നും നമ്മൾ ഓർത്തിരിക്കുന്നത് അതിന്റെ റിസൾട്ട് ആയിരിക്കും, നമുക്ക് അതിന് കിട്ടിയ സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ഓർത്തിരിക്കുക. അത് പറഞ്ഞത് എസഡോർ ഷാർപ്പ് ആണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതാണ് കംപ്ലൈന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എത്രത്തോളം പരമാവധി നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം പബ്ലിക് റിലേഷൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ദ മോർ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ അതോറിറ്റീസ്. ഹോസ്പിറ്റൽ അധികൃതർ അവർക്ക് കിട്ടുന്ന കംപ്ലൈന്റുകളുടെ എണ്ണം എത്ര പരമാവധി മാക്സിമം നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ദേ ക്യാൻ റെഡ്യൂസ്, അവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുവോ ദാറ്റ് മീൻസ് അത്രയും മോർ പേഷ്യൻസ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് എപ്പോഴും എന്തായിരിക്കണം നമുക്ക് കിട്ടുന്നത്, ഏറ്റവും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ ഇറ്റ് വിൽ ലീഡ് ടു എ ബെറ്റർ പബ്ലിക് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ബെറ്റർ പബ്ലിക് റിലേഷൻ ആളുകളുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ കംപ്ലൈന്റ് വന്നെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ മാത്രമല്ല, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെല്ലുന്നു, നമ്മള് ചില സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ഒരു കസ്റ്റമർ ആണെന്ന് ചിലപ്പോൾ നമ്മളൊരു ബാങ്കിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതാനിരിക്കുന്ന ആളുകൾക്ക് ഒന്നും അറിയില്ല എന്ന് തോന്നുന്നത്, ഒത്തിരി നേരം നമ്മളെ വെറുതെ അവിടെ നിന്ന് ചുറ്റിച്ചു, അവിടെ പോയി ആ ഡോറിൽ പോയി ഇവിടെ പോകുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു. നമ്മുടെ വിലപ്പെട്ട സമയം, അവർക്ക് അവരവരുടെ സമയം വിലപ്പെട്ടതാണല്ലേ, അപ്പൊ ആ സമയമൊക്കെ അവിടെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും വെറുതെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുക, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചില സ്റ്റാഫിന് തന്നെ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മളിലേക്ക് തരുമ്പോ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കൺഫ്യൂഷൻസിലേക്ക് പോകും. അപ്പൊ നമ്മൾ അവിടെ കിടന്ന് നെട്ടോട്ടമൊക്കെ ഓടി അവസാനം എന്താ പറയാ അതിനൊരു സൊല്യൂഷൻ ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് കിടന്ന് നമ്മളുടെ വെറുതെ സമയം പാഴാക്കും. അപ്പൊ നമുക്ക് എന്താണ്, ഒരുപാട് കംപ്ലൈന്റ് ഒരു രക്ഷയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് ശരിയായ രീതിയിൽ നോക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ആ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തരില്ല, അവരിങ്ങനെ പറയുന്നു, അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു, ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് നമുക്കറിയില്ല, ഒരു ഐഡിയ ഇല്ലാത്ത. നമുക്കറിയാം പേഷ്യൻസ്, അവിടെ വരുന്ന പേഷ്യൻസ് എല്ലാവരും ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാവണം നിർബന്ധമൊന്നുമില്ല. എഴുത്തും വായനയൊക്കെ അവിടെ ബോർഡൊക്കെ നോക്കിയിട്ട് വായിച്ച് ചെന്ന് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നവരായിരിക്കണം നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. അപ്പൊ ചിലപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകളെ, ഇപ്പൊ നമ്മളൊരു എന്താ പറയാ വലിയ തുണിക്കടയിലൊക്കെ പോയാൽ പോലും ഫ്രണ്ടിൽ തന്നെ ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ടാവും. നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ നമ്മളെ എന്ത് ചെയ്യും, സ്വീകരിക്കും. റിസീവ് ചെയ്തിട്ട് അവർ ചോദിക്കുക എന്താ വേണ്ടതെന്ന്. അപ്പൊ അതനുസരിച്ച് അവര് ഇന്ന സ്ഥലത്ത് ഇന്ന ഫ്ലോറിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡയറക്റ്റ് ചെയ്യും. സോ നമുക്ക് അവിടെ കൺഫ്യൂഷൻസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടേക്ക് പോകാൻ പറ്റും. അതുപോലെ ചില ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ എവിടെയാണ് ആരെയാണ് കാണേണ്ടത്? ഇതെന്താന്ന് വെച്ചാൽ നമ്മളെന്തോ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് ചെല്ലുന്ന പോലെയാ. അവിടെ ചെല്ലുമ്പോ എന്താണ്, ഒരു റിസപ്ഷനിസ്റ്റ് അവിടെ കയറിയിരിക്കുന്നുണ്ട്, നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് അതൊന്നും ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ പക്ഷെ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അതും ഡീൽ ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അത്തരം കംപ്ലൈന്റുകൾ അതൊക്കെ കംപ്ലൈന്റുകളായിട്ട് പിന്നീട് മാറും. പക്ഷെ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് എത്രത്തോളം കുറവുണ്ടാകുന്നുവോ അത്രത്തോളം കൂടുതൽ പബ്ലിക് റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് കൂടി എന്നാൽ അർത്ഥം എന്താണ്,
ഒരു വേഴ്സ്റ്റ് പബ്ലിക് റിലേഷൻ ആണ് ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയേക്കണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മനസ്സിലായോ? നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് പബ്ലിക് റിലേഷൻസിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂചകമാണ്. ആൻഡ് അത് പറയുന്നത് ലെസ് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് വിൽ ബി ദ ബെറ്റർ പബ്ലിക് റിലേഷൻ വിത്ത് ദ ഹോസ്പിറ്റൽ. പബ്ലിക് റിലേഷൻസ് കൂടണമെങ്കിൽ ലെസ് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ആയിരിക്കണം റിസീവ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ ഇൻഡിക്കേറ്റർ മനസ്സിലായോ? രണ്ടാമത്തെ. ഓക്കെ, അടുത്തത് എന്താണ്? ജനറൽ ഒപ്പീനിയൻ പോളിംഗ് ആണ് അല്ലെ, അതായത് വോട്ടിംഗ് ആണ്. അതായത് ഏതെങ്കിലും ഒരു സിംഗിൾ ക്വസ്റ്റ്യന് നമുക്ക് ഒരു ആൻസർ കിട്ടണം, ഒരു സൊല്യൂഷൻ കിട്ടണം. ഒറ്റ ചോദ്യമേ ഉള്ളൂ. പല ആളുകൾക്കും നമുക്കറിയാം, എല്ലാവർക്കും അവരവരുടേതായ ആശയങ്ങളുണ്ട്, അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ പല ആളുകളിൽ നിന്നും കിട്ടേണ്ട ഒറ്റ ചോദ്യത്തിനുള്ള മറുപടികള് നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അതൊരു പോളിംഗിലൂടെ മാത്രമേ പറ്റുള്ളൂ, വോട്ടിങ്ങിലൂടെ. നമ്മള് റിയാലിറ്റി ഷോസ് ഒക്കെ കാണാറുണ്ട് അല്ലെ, നേരത്തെയും ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ റിയാലിറ്റി ഷോസ് ഒക്കെ. അപ്പൊ നമ്മളുടെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ, ഇന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോളിംഗ് ആയിട്ട് എന്താ പറയാ, നമുക്കൊരു ലിങ്ക് അവര് സെറ്റ് ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വോട്ടിംഗ് രേഖപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാളുകൾ മുമ്പൊക്കെ വരെ ഉണ്ടായിരുന്നല്ലോ. നമ്മളുടെ പാട്ട് പാടുന്ന സ്റ്റാർ സിംഗർ പോലെയുള്ള വോട്ടിംഗ് ആയിരുന്നു അതിനകത്ത്. ഇപ്പൊ അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പൊ അന്നൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അത് പോളിംഗ് ആണ്, വോട്ടിംഗ് ആണ്. അപ്പൊ ആരെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം? അപ്പൊ നമ്മളുടെ ആ പോളിംഗ് എല്ലാം കൂടി ലാസ്റ്റ് കൗണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ പെർസെന്റേജ് മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കിട്ടിയവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്താണോ അത് കൊടുക്കുക. അല്ലെങ്കിൽ അത് മാത്രമല്ല, അതിന്റെ കൂടെ മറ്റു കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യനും അതിന് ഒരുപാട് ആൻസേഴ്സും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഒരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പോളിംഗ് മെത്തേഡാണ്. അതായത് സിംഗിൾ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് മീൻസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഡിഫറെന്റ് ആൻസേഴ്സ്. ഓരോ ചോദ്യങ്ങൾക്കും മൾട്ടി ചോയ്സ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും, നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ആ ക്വസ്റ്റ്യന് പല ആളുകളും നൽകുന്ന ഒപ്പീനിയൻ, അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു രീതി. അതാണ് ജനറൽ പോൾ, ഒപ്പീനിയൻ പോൾ എന്ന് പറയും. മോസ്റ്റ് പെർട്ടൈൻസ്, അതായത് ഇത് കൂടുതലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പെർട്ടൈനിങ് ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബന്ധപ്പെടുക എന്നർത്ഥം കേട്ടോ. ഇത് കൂടുതലും റിലേറ്റ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ പ്രോബ്ലം ആണ്. ദാറ്റ് നീഡ്സ് ആൻ ആൻസർ. ഒരു ഉത്തരം വേണ്ട ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിൽ കൊടുക്കുന്ന ഒരു എന്താ പറയാ പോളിംഗ് രീതിയാണ് ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ സാധാരണ നമ്മളുടെ ഡെയിലി ലൈഫിലൊക്കെ നമുക്ക് ചിലപ്പോ നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് അല്ലെ. നമ്മളുടെ അഭിപ്രായം അല്ലെ, എന്തിനാ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോണത്, ഈ റിയാലിറ്റി ഷോസിലേക്കൊക്കെ പോണത് എന്തിനാ? നമ്മള് ഇപ്പൊ നമ്മളുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കില്ലേ, ഇലക്ഷൻ നടത്തൂലേ? ഇല്ലേ? എല്ലാവർക്കും ഇലക്ഷൻ നടത്തുന്ന എങ്ങനെയാ അത്? അതായത് ചീഫ് മിനിസ്റ്റർ ആകാനോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആകാനോ ഒക്കെ ആളുകളെയൊക്കെ എങ്ങനെയാ തെരഞ്ഞെടുക്കുക? ചീഫ് മിനിസ്റ്റർ ആകാനൊക്കെ എങ്ങനെ തെരഞ്ഞെടുക്കുക? വോട്ടിങ്ങിലൂടെയാണ്. നമ്മൾ നമ്മളുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്താനുള്ള ഒരു വേദിയാണത്. അപ്പൊ എനിക്ക് ഇന്ന ആള് വരുന്നതാണ്, ആളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ആൾക്ക് പോളിംഗ് കൊടുക്കാം അല്ലെങ്കിൽ വോട്ടിംഗ് കൊടുക്കാം. അതൊരു രീതിയാണ്. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഷുഡ് ബി ദ നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ? ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യം. ആ ചോദ്യത്തിന് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരം, ഓരോരുത്തരുടെയും ഉത്തരത്തിന് എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. അപ്പൊ അതെങ്ങനെ നടത്തണേ? നമ്മളുടെ വീടുകളിൽ വന്നിട്ട് ചോദിക്കാണോ നീ ആർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുക അല്ലെ? അങ്ങനെ ചോദിക്കോ? ഇല്ല. അത് പോളിംഗിലൂടെയാണ്. അത് അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചു ചിലപ്പോ ചില ചോദ്യങ്ങൾക്ക് ഒറ്റ ചോദ്യമായിരിക്കും, ആ ചോദ്യത്തിന് പല ആളുകളിൽ നിന്നും ഉത്തരം കിട്ടാനുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു ഇതാണ്. ഓക്കെ, അടുത്തത് എന്താണെന്ന് നോക്കിയേ. വോളണ്ടിയേഴ്സ് എ ഗിഫ്റ്റ് ടു ദ കമ്മ്യൂണിറ്റി. വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ ആരാ? എ പേഴ്സൺ ഹു ഡസ് സംതിങ് വോളണ്ടറിലി എന്നാണ് വോളണ്ടിയർ എന്ന് പറയുന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്താൽ പറയാം. എ പേഴ്സൺ ഹു ഡസ് സംതിങ് വോളണ്ടറിലി. സ്വമേധയാ ഒരാള് ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്യുമ്പോ അതല്ല വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇപ്പൊ എന്റെ എന്താ പറയാ, നമ്മൾ അതിനെ മലയാളത്തിൽ പറയുമ്പോ സന്നദ്ധത അല്ലെ, സന്നദ്ധത. അതായത് എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് സമൂഹത്തിന് വേണ്ടിയോ
അപ്പൊ ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഹോസ്പിറ്റലിന് വേണ്ടി വോളണ്ടിയർലി ആരും നിർബന്ധിച്ചിട്ടില്ല, ഞാൻ സ്വമേധയാ ഇന്ന കാര്യം അവർക്ക് എന്താ പറയാ ചെയ്യാണ്. അപ്പൊ അത് എന്തെന്ന് വിളിക്കും, അതിനെ നമുക്ക് വോളണ്ടിയർ. അപ്പൊ ഹോസ്പിറ്റൽസിലും ഇതുപോലെയുള്ള എന്താ പറയാ ഒരുപാട് വോളണ്ടിയേഴ്സ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആളുകള് സഹായിക്കാനായിട്ട് പല രീതിയിലും, കാശ് കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്, മറ്റു രീതിയിൽ അവരവരുടെ സേവനങ്ങൾ, അവരുടെ എന്താ പറയാ ആരോഗ്യം കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സേവനങ്ങൾ ഹോസ്പിറ്റൽസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് റിലേഷൻ. അതൊരു നല്ല പബ്ലിക് റിലേഷന് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഉണ്ടെങ്കിൽ എന്താണ്, അവിടേക്ക് തിരിഞ്ഞു നോക്കലോ, എന്ത് ആശുപത്രി അത്, എന്തോ ഹോസ്പിറ്റലാ, പോവാൻ പോലും തോന്നില്ല. കാരണം അവിടെ അവർക്ക് ഒരു റിലേഷൻ ഇല്ല. പക്ഷെ ചില ഹോസ്പിറ്റൽസിലേക്ക് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് വോളണ്ടിയേഴ്സ് സ്വമേധയാ വരും. അവിടെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലാണ്, നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടി അത് യൂസ്ഫുൾ ആണ്. അപ്പൊ ഞാൻ എന്റെ രീതി, എന്റെ കഴിവുകൊണ്ട്, അല്ലെങ്കിൽ പൈസ കൊണ്ടല്ല, എന്റെ അധ്വാനം കൊണ്ട് ഞാൻ എന്റെ പല രീതിയിലുള്ള കാര്യങ്ങൾക്കും ചെയ്യാനായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കും എന്ന് വിചാരിച്ച് സ്വമേധയാ ആൾക്കാർ ഇറങ്ങി വരും. യൂത്തുകളൊക്കെ ഇഷ്ടം പോലെ വരും അവരുടെ എഫേർട്സുകൾ കാഴ്ചവെക്കാനായിട്ട്. അതിനെയാണ് നമുക്ക് വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കാം. വോളണ്ടിയേഴ്സ് നമുക്കറിയാലോ, ബാഡ്ജ് ഒക്കെ തൂക്കി പല സ്ഥലങ്ങളിൽ നമ്മൾ വോളണ്ടിയേഴ്സിനെ കണ്ടല്ലേ. ഒരു ഗ്രൂപ്പ് ഓഫ് ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു വലിയ ഗ്രൂപ്പിനെയൊക്കെ എന്താ പറയാ കൺട്രോൾ ചെയ്യേണ്ട സ്ഥലങ്ങൾ വരും. ഇപ്പൊ പെരുന്നാളുകൾ, ഉത്സവങ്ങളൊക്കെ പരിപാടി നടക്കുന്ന സമയത്ത് നമ്മുടെ പറമ്പുകളിൽ, ഉത്സവ പറമ്പിലായിക്കോട്ടെ പെരുന്നാൾ പറമ്പിലായിക്കോട്ടെ ഗാനമേളയോ, പ്രത്യേകിച്ച് ഗാനമേള, ബാക്കി വിഷയങ്ങളും കുഴപ്പമില്ല അല്ലെ, ഗാനമേളയൊക്കെ നടക്കുമ്പോ കുറെ വോളണ്ടിയർമാരെ ഇങ്ങനെ ബാഡ്ജ് കുത്തി നല്ല എന്താ പറയാ കുറച്ച് ആരോഗ്യമുള്ളവരൊക്കെ പിടിച്ചു നിർത്തും. എന്താ ഈ ഗാനമേള വരുമ്പോ അതിന്റെ ആ സ്പിരിറ്റിൽ ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഡാൻസ് കളിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഡാൻസ് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്തും ആളുകൾ തട്ടിമുട്ടും. അപ്പൊ എന്തായി, ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് എന്താവും, ഇടിയാകാൻ സാധ്യതയുണ്ട്. അവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണ്ടേ. പെണ്ണുങ്ങളൊന്നും ആയിരിക്കില്ല, ആണുങ്ങളായിരിക്കും ഇതിനെ ഒരു മുൻകൈ എടുത്ത് വരിക. അപ്പൊ അങ്ങനെ സ്വമേധയാ അവര് സ്വന്തമായിട്ടാണ്, അതിന് അവർക്ക് കാശൊന്നും കൊടുത്തിട്ടല്ല അവർ നിൽക്കുക. അവിടെ അവര് സ്വമേധയാ കയറി വരുന്നത് അവരുടെ കാര്യങ്ങൾ പറയാനും ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അതൊരു ഹോസ്പിറ്റലിലും എന്താണ് ഇതുപോലെ തങ്ങളുടെ സ്വന്തം കഴിവുകളെ, തന്റെ എഫേർട്ടുകള്, അത് എന്താ പറയാ ഹോസ്പിറ്റലിന്റെ സേവനത്തോട് കൂട്ടിച്ചേർക്കാൻ, എക്സ്ട്രാ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വോളണ്ടറി അവർ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കുക. അത് എക്സ്ട്രാ സർവീസസ് ആണ്. അതെന്ത് ചെയ്യുന്നു, ഡെവലപ്സ് അല്ലെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷന് വളരെയധികം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വോളണ്ടിയർമാര് ഹോസ്പിറ്റലിന് താങ്ങുന്നവരൊക്കെ ആയിട്ട് വരുള്ളൂ. ഇത് എന്ത് ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പ് പേഷ്യൻസ് ഹോസ്റ്റ് തിങ്സ് ഇൻ പേഷ്യന്റ് കെയർ ഏരിയാസ്. അതായത് പേഷ്യൻസ് വരുമ്പോഴോ കൊണ്ടുപോകുമ്പോഴോ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കാനായിട്ട് ഇപ്പൊ ചിലപ്പോൾ പേഷ്യൻസിനൊക്കെ കൊണ്ടുവരാനോ വലിയ തീരെ അവശതയായിട്ടുള്ള ആൾക്കാർ സീരിയസ് ആയിട്ടൊക്കെ കൊണ്ടുവന്നേക്കാണ് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അവര് ചിലപ്പോ അവിടെ വന്നതിന് ശേഷം പിന്നീട് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു, പിന്നെ മരിച്ചു, അത് കഴിഞ്ഞു അതിന്റെ ആഫ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ ചെയ്യാനുണ്ടാകാം. അതിനൊന്നും ആരും വരുന്നില്ല. അപ്പൊ ഇതുപോലെയുള്ള ചില ആളുകള് സ്വമേധയാ അവരവരുടെ രീതിയിൽ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ വന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യും. കാരണം അത് ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള എന്താ പറയാ ആത്മാർത്ഥതയും അല്ലെങ്കിൽ അതിനോടുള്ള ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാ, അല്ലാതെ വരില്ല. അത് കാശ് കൊടുത്തിട്ടൊന്നും കിട്ടുന്നതല്ല എന്നാണ് പറയാ. ഇനി മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. കണ്ടോ, നല്ല രീതിയിൽ വോളണ്ടിയറിസം ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാം ഒരു ബെറ്റർ റിലേഷൻ ആണ് ഒരു ഹോസ്പിറ്റലില് പബ്ലിക്കുമായിട്ട് ഉള്ളത് എന്ന്. ക്ലിയർ ആയോ? സംശയമുണ്ടോ? മാം, ഞാൻ പാലിയേറ്റീവ് കെയറിന്റെ വോളണ്ടിയറാ. പാലിയേറ്റീവ് കെയറിലേക്ക് കൊണ്ടുപോകാൻ വരികയൊക്കെ ചെയ്യുന്നില്ലേ? അതൊരു യൂണിറ്റ് ഉണ്ടല്ലോ, അതിന് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. അതില് വോളണ്ടിയേഴ്സ് ഉണ്ടാവും, വോളണ്ടിയേഴ്സ് ഉണ്ടാവും, അതിനകത്തുണ്ടാവും. അത് കൂടെ പോവാന് പേഷ്യന്റിനെ കൂടെ പോകാനൊക്കെ, കാരണം അവിടെയൊക്കെ ചെയ്ത് കൊടുക്കാന് അങ്ങനെ കൂടെ പോകും. പാലിയേറ്റീവ് കെയറിലേക്കൊക്കെ കൂടെ ആളുകളെ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യാനും കൊടുക്കാനൊക്കെ ചിലപ്പോൾ ആളുകൾ ഇല്ലെങ്കിൽ ഇവര് ഈ വോളണ്ടിയേഴ്സ് ആണ്. അത് ഓരോ നാട്ടിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ പോവാറുണ്ട് ഞാനെന്ന് പറയാ, വളണ്ടിയർ പോകാറുണ്ടോ? വെരി ഗുഡ്. അത് ശരി, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതുപോലെയൊക്കെ അപ്പൊ നമ്മളുടെ എന്താ പറയാ കുറച്ച് നാളൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലതൊക്കെ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് പാഴാക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ആരും അതിന് അയ്യോ എനിക്ക് അതിന് പൈസ ഒന്നും കിട്ടില്ല പിന്നെ ഞാൻ എന്തിനു പോകണം, അതൊന്നല്ല. നമ്മൾ അതിനേക്കാളുപരി നമ്മൾ കൊടുക്കും. നമ്മളൊക്കെ ഇങ്ങനെ ഇത്ര നാളൊക്കെ ജീവിച്ചിരുന്നു, ആളുകൾ അറിയണ്ടേ അവര് വളരെ നല്ല രീതിയിൽ ആളുകളുമായിട്ട് ഇടപഴകുന്ന ആളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കെയറിങ് നമ്മുടെ ആരും അല്ല എങ്കിലും കൂടി ഹൗ ദേ കെയർ അസ്, നമ്മളെ അവർ എത്ര നല്ല രീതിയിലാണ് കെയർ ചെയ്യണേ എന്ന ആളുകളുടെ മനസ്സിൽ നമ്മളെന്നും ഒരു
ഓർമ്മയായിട്ട് അവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നമുക്ക് ആളുകളുടെ മനസ്സിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ആരുമായിട്ട് യാതൊരു സമ്പർക്കങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ചില സഹായങ്ങൾ ആവശ്യം ഉള്ളവർക്ക്, ആരുമില്ലാത്തവരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഹെൽപ്ലെസ് ആയിട്ടുള്ള, പണം കൊണ്ടും മാത്രമല്ല ആളുകൾ കൊണ്ടും ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇതുപോലുള്ള സേവനങ്ങൾ കിട്ടുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, വണ്ടിയുണ്ട്, വാഹനമുണ്ട്, എവിടെ ഈ ലോകത്തിന്റെ അറ്റത്ത് വരെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടെന്നുള്ളവർക്കല്ല, ഇതൊന്നുമില്ലാത്തവർക്ക് അല്ലെ, ഇതൊന്നുമില്ലാത്തവർക്ക് ഇത്തരം ആളുകളുടെ സേവനങ്ങൾ വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡസ് സംതിങ് വോളണ്ടറിലി ആണ് അവരത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ വാക്ക് അങ്ങനെ തന്നെ വന്നത്, വോളണ്ടിയേഴ്സ്. വോളണ്ടറിലി മീൻസ് സ്വമേധയാ, ആരും പുഷ് ചെയ്തിട്ടല്ല, ഫോഴ്സ് ചെയ്തിട്ടല്ല അത് ചെയ്യുന്നത്. ഓക്കെ അടുത്തത് എന്താന്ന് നോക്കിയേ. അപ്പൊ ജനറൽ ഒപ്പീനിയൻ പറഞ്ഞു, നമ്പർ ഓഫ് കംപ്ലൈന്റ്സിന്റെ കാര്യം പറഞ്ഞു, പിന്നെ വോളണ്ടിയേഴ്സിന്റെ കാര്യം പറഞ്ഞു. അടുത്ത എന്താ, ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ആണ്. സെന്റൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ പറയാം എന്താണ് ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് എന്ന്. മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. സെക്കൻഡ് Okay, minimal turnover of staff is an indication of good public relations of the organization. നമ്മൾ സാധാരണ ടേൺ ഓവർ എന്ന വാക്ക് കേട്ടിട്ടുണ്ടല്ലേ? ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റുവരവ്, അതായത് വരുമാനം, ഇൻകം, അതൊക്കെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന് വിളിക്കുക. ഇവിടെ ആ വാക്കല്ല കേട്ടോ, ആ ഒരു മീനിങ്ങിലല്ല. മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ്, ടേൺ ഓവർ സ്റ്റാഫിൽ നിന്ന് കിട്ടുന്ന മിനിമം ടേൺ ഓവർ എന്താണ്? ഏറ്റവും കുറവ് ടേൺ ഓവർ സ്റ്റാഫിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഗുഡ് റിലേഷൻസിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്, സൂചകമാണ് എന്നല്ല. എന്താണ് ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഒരു മെഡിക്കൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് മെഡിക്കൽ സ്റ്റാഫുകളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യലോ. അപ്പൊ എത്രത്തോളം കാലം കൂടുതൽ ഓർഗനൈസേഷനിൽ അവര് നിൽക്കുന്നുണ്ടോ, പിടിച്ചു നിൽക്കുന്നുണ്ടോ, എത്ര കൂടുതൽ നേരം അവർ നിൽക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് പകരം വേറൊരാള് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ മെഡിക്കൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് എന്ന് വിളിക്കുക. മെഡിക്കൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു ജോലിക്കായിട്ട് ഒരു സ്റ്റാഫ് അവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് വന്നു, അവർ എത്രത്തോളം കൂടുതൽ കാലം അവിടെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അതല്ല അവര് വന്നു, ഒരു 2-3 മാസം വർക്ക് ചെയ്തു, അവര് പോയി, അടുത്ത ആള് വന്നു, അടുത്ത ആളും വന്നിട്ട് അധികം നാൾ നിൽക്കുന്നില്ല, വീണ്ടും അവര് പോകുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റാഫ് ഇങ്ങനെ വന്ന് മാറി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറി പോകുന്നത് ഒരു നല്ല റിലേഷന്റെ ലക്ഷണമല്ലല്ലോ, അല്ലെ? എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകണമല്ലോ അവര് പെട്ടെന്ന് പോകുക തിരിച്ച്, അല്ലെ? അതായത് മറ്റെന്തെങ്കിലും കാരണങ്ങളല്ലാതെ, വേറെ ഏതെങ്കിലും വലിയ ഹൈ ജോലി കിട്ടിയത് കൊണ്ടോ അങ്ങനെയൊക്കെ ആകാം. അതല്ലാതെ മറ്റൊരു റീസൺസും ഇല്ലാതെ പേഴ്സണൽ മാറ്റേഴ്സ് പറഞ്ഞുകൊണ്ട് അവര് ഇഫ് ദേ ടെൻഡ് ടു ഗോ ഔട്ട് ഫ്രം ദ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ, അവരും ആ ജോലി വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ മാറി കൂടുതൽ സ്റ്റാഫുകൾ വീണ്ടും അവിടെ വരുന്നു, ആ ഒരു പൊസിഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നല്ല റിലേഷന്റെ ലക്ഷണമല്ല. അതാണ് പറയുന്നത് മിനിമൽ ടേൺ ഓവർ, ഏറ്റവും കുറവ് സ്റ്റാഫുകളാണ് അവിടെ അങ്ങനെ മാറി വരുന്നതെങ്കിൽ, നമ്പർ ഓഫ് സ്റ്റാഫുകളുടെ എണ്ണം അങ്ങനെ, അതായത് സ്റ്റാഫുകളുടെ മൊത്തത്തിലുള്ള എണ്ണം അല്ലാട്ട് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ കൈകാര്യം ചെയ്തിരുന്ന ഒരു സ്റ്റാഫ്, ഒരു നേഴ്സോ എന്തെങ്കിലും ഒരു സ്റ്റാഫോ എന്തെങ്കിലും ആവട്ടെ, ആ ആൾക്ക് പകരം ആള് കുറച്ച് നാൾ വർക്ക് ചെയ്തപ്പോ അയാൾ പോയി, അടുത്ത ആള് അതേ പൊസിഷനിലേക്ക് നമ്മൾ അപ്പോയിന്റ് ചെയ്തു. ഏതെങ്കിലും അത്യാവശ്യമുള്ള ആൾ തന്നെയാണ്, അതുകൊണ്ട് ആളെ ഒഴിച്ചുകൂടാതെ പറ്റില്ല. അപ്പൊ ആ പൊസിഷനിലേക്ക് വേറെ ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. ആൻഡ് എത്ര നാൾ അത് അയാൾ അവിടെ പിടിച്ചു നിന്നു, അയാൾക്ക് അധികം നാളും നിൽക്കാൻ പറ്റിയില്ല, അയാൾ വീണ്ടും മാറുന്നു, അടുത്ത ആളെ വീണ്ടും നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു. അവിടെ ആ ആള് സ്റ്റേബിൾ ആയിട്ട് ഒരാളെ അവിടെ നമുക്ക് നിർത്താനായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അതെന്താ ഒരു ഇൻഡിക്കേഷൻ ഓഫ് നെഗറ്റീവ്, എന്തോ ഒരു നെഗറ്റീവ് കാര്യമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് അവിടെ ഒരു നല്ല റിലേഷൻ ബിറ്റ്വീൻ ആ ആളുമായിട്ട് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ ആളുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ള ആളുകൾക്കോ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അത് പബ്ലിക് റിലേഷൻസിന്റെ എന്താ പറയാ നെഗറ്റീവ് വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂചകമായിട്ടായിരിക്കും കണക്കാക്കപ്പെടുക. അപ്പൊ മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫുകൾ ഏറ്റവും കുറവ്, മിനിമൽ എന്ന വാക്കിന്റെ അർത്ഥം മിനിമം, അതിന്റെ ആ ഒരു വേറൊരു നൗൺ ഫോം ആണ്. മിനിമൽ ആയിട്ടുള്ള ടേൺ ഓവർ ആണ് സ്റ്റാഫിന് ഉണ്ടാകുന്നതെങ്കിൽ ഗുഡ് റിലേഷന്റെ ഒരു സൂചകമാണ് എന്നാണ് പറയാം. ക്ലിയർ ആയോ? എന്താണ് ഒരു പർട്ടിക്കുലർ പീരീഡില് ഏറ്റവും കുറവ് സ്റ്റാഫിന്
ഏറ്റവും കുറവ് സ്റ്റാഫിനെ മാറ്റലല്ലേ? അതന്നെ, ഏറ്റവും കൂടുതൽ സ്റ്റാഫിനെ ഇങ്ങനെ മാറി മാറി വന്നു പോകല്. അത് കൂടുതലായി കഴിയുമ്പോൾ അത് നെഗറ്റീവ് റിലേഷൻ. സ്റ്റാഫിനെ മാറ്റല് ഏറ്റവും കുറയ്ക്കണം അല്ലെ? അതന്നെ, മിനിമം ആക്കണം, ഏറ്റവും കുറവ് രൂപത്തിലേക്ക് ആവണം. അത് ചിലപ്പോ അവർക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ അവര് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ല റിലേഷൻ അല്ല. ഏറ്റവും അത്രയും മാറിപ്പോകുന്നതിന്റെ എണ്ണം വളരെ ചുരുക്കണം, കുറയ്ക്കണം, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കണം. പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യങ്ങളോ അല്ലെങ്കിൽ വലിയ അതിനെ പുറത്തേക്കുള്ള എന്തെങ്കിലും വേറെ അതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് ആള് പോകുന്നത് ഓക്കെ. അല്ലാതെയുള്ള മാറ്റേഴ്സിലേക്ക് അവരെ വിടാതെ പിടിച്ചു വെക്കാനായിട്ട്, നിർത്താനായിട്ട് അവർ അങ്ങനെ ഏറ്റവും നമ്പർ ഓഫ് ആളുകളെ കുറച്ചാണ് എന്ത് ചെയ്യുന്നത്, അവരെ മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഒരു നല്ല റിലേഷന്റെ, ഗുഡ് റിലേഷന്റെ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ സംഭവം? ഇത് നോട്ട് ചെയ്ത് തരാട്ടോ ഞാൻ. ഈ ഒരു പേജ് അങ്ങോട്ട് തീർത്തിട്ട് നമുക്ക് നോട്ട് ചെയ്താം. എന്നിട്ട് പിന്നെ ബാക്കി സമയം ഉണ്ടെങ്കിൽ അടുത്ത പേജിലേക്ക് ഞാൻ പോണുള്ളൂ. അല്ലെങ്കിൽ നോട്ട് ചിലപ്പോ തീരില്ല. ഇത്ര കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ നോട്ടുകൾ എഴുതാനും. തേർഡ് മൊഡ്യൂൾ അല്ലേ മിസ് ചെയ്ത്? തേർഡ് മൊഡ്യൂൾ അല്ലേ? മൊഡ്യൂൾ 3 അല്ലേ ഇത്? മൊഡ്യൂൾ 3-ല് മൊഡ്യൂൾ 3-ല് 4th-ല് എനിക്ക് ചാപ്റ്റർ ഇല്ല. ഓക്കെ. എന്റെ ഈ ഒരു ചാപ്റ്ററോടുകൂടി തീർന്നു. നമ്മുടെ മൊത്തത്തിലുള്ള സംഭവം തീർന്നു. ഈ ഒരു ചാപ്റ്ററോടുകൂടി 2-3 പേജും കൂടി ഒക്കെ ഉള്ളു, കുറച്ചുള്ളൂ. ഓക്കെ, അടുത്തത് എന്താ? കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്. അതായത് പേഷ്യന്റുകൾ വന്നു പോകുന്നതിന്റെ കൺസിസ്റ്റൻസി, സ്ഥിരത എത്രത്തോളം ഉണ്ട്, അതും ഒരു സൂചകം തന്നെയാണ്. എന്ത്? പബ്ലിക് റിലേഷൻസിനെ അളക്കുന്നതിനുള്ള ഒരു സൂചകമാണ്. എന്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമുക്ക് അതൊരു സൂചകമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? നോക്കിയേ, ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യൻസ് ആർ റിമൈൻഡഡ് ഓഫ് ദെയർ അപ്പോയിന്റ്മെന്റ് ആസ് ടെക്സ്റ്റ് മെസ്സേജ്, ഇമെയിൽ ഓർ ഓവർ ദ ഫോൺ. അതായത് പേഷ്യൻസിന് എന്താ പറയാ, ഇവിടെ വന്നു കണ്ടു, അവർക്ക് എന്താ പറയാ മരുന്നൊക്കെ കുറിച്ച് കൊടുത്തു, എന്നിട്ട് അവരോട് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് പോകാൻ ചെല്ലാൻ പറയാണ്. ഇത്ര ദിവസം കഴിയുമ്പോൾ വരും, ഒരാഴ്ച കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ട് അവരെ വിടുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ കിടന്ന് ചികിത്സിച്ച് ഇൻപേഷ്യൻസ് ആയിരിക്കാം, ഡിസ്ചാർജ് ചെയ്യുന്നു, അവർ പോകുന്നു, അവരോടും പറയുന്നു അടുത്ത ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ നിങ്ങൾ ഒരു ചെക്കപ്പിന് വേണ്ടി വീണ്ടും വരണം എന്ന്. കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഭേദമായിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. നമ്മൾ കുറച്ച് ദിവസം ഇവിടെ കിടത്തി ചികിത്സിച്ചു, ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവരെ വിടുമ്പോ അവര് പിന്നീട് അവിടെ ചെന്നിട്ട് വീണ്ടും ആ അസുഖത്തിന്റെ ആയിട്ടുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ വരാനിടയുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അവർ വീണ്ടും ഒന്നുകൂടി വരുത്തേണ്ടി വരും. അപ്പൊ അതൊരു ചെക്കപ്പിന് വേണ്ടി വരണം. ഈ വരാനുള്ള ഡേറ്റുകളെ അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്തോ അല്ലെങ്കിൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചോ, നിങ്ങൾക്ക് വന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ദിവസം നാളെയാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആണ്, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിലാണ് എന്ന് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അങ്ങനെ ആ പേഷ്യൻസിന് അങ്ങനെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് കൂടി കൊടുക്കുമ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യും? അവരെന്നാലും അവര് ആ ഡേറ്റ് ഓർമ്മ വെച്ചിട്ടാണ് നമുക്ക് നാളെ പോകേണ്ട ദിവസം. അപ്പൊ നമുക്ക് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ആ ഒരു സ്ഥിരമായിട്ട് അവിടേക്ക് എത്താനുള്ള ആ ഒരു ഇത് കൂടും പേഷ്യൻസിന്, അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? നമ്മളെ വിളിക്കുകയാണ് ഫോണില്, നാളെയാണ് നിങ്ങളോട് വന്ന് കാണാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, അപ്പൊ നിങ്ങൾ വന്ന് കാണുക, ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് അവരിൽ നിന്ന് അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഫോണിലൂടെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജിലൂടെ വിവരങ്ങൾ ചോദിക്കാം. ഇന്ന് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ടല്ലോ, ഇമെയിൽ ചെയ്തോ ഒക്കെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അന്വേഷിക്കാം. അപ്പൊ ഹയർ പേഷ്യന്റ് ടേണപ്പ് ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ ആകുമ്പോൾ ഇഷ്ടംപോലെ പേഷ്യൻസ് ആ കൊടുക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് അവരെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ സ്ഥിരപ്പെടുത്താനും സാധിക്കും, സ്ഥിരം കസ്റ്റമറാക്കി മാറ്റാൻ പറ്റുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? പേഷ്യൻസ് ഒരു പ്രാവശ്യം വന്നു, കിട്ടിയ കാര്യങ്ങളും അല്ലെങ്കിൽ കിട്ടിയ സേവനങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. വീണ്ടും അവര് ആ പേര് കേൾക്കുമ്പോ തന്നെ ഞാനില്ല ഇനി അവിടേക്ക്, ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാം. അങ്ങനെ ആളുകൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടി ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓടി നടക്കും. സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ അവിടേക്ക് വീണ്ടും പോകുന്നുള്ളൂ എന്നാണ്. ഇനി ബെറ്റർ റിലേഷൻ ഓർ കോൺടാക്ട് വിത്ത് പേഷ്യന്റ്, മോർ കോൺസിസ്റ്റന്റ്, നല്ല രീതിയിലുള്ള കോൺടാക്ടിങ്, ഒരു ബന്ധം ഒക്കെ പേഷ്യൻസിനുമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ ഇറ്റ് വിൽ ബി ദ എന്താ പറയാ, അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് വിൽ ബി കോൺസ്റ്റന്റ്. ആളുകൾ സ്ഥിരമായിട്ട് വരാനുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? വരാനുള്ളവരൊക്കെ ഇങ്ങോട്ട് തന്നെ വരും. അതാണ് ഒരു നല്ല റിലേഷൻ ആളുകളുമായിട്ട് നടത്തിയാൽ. അതായത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ ഇമെയിൽ വഴിയോ ഫോണിലൂടെയോ ഒക്കെ അവരോട് കാര്യങ്ങൾ പറയുക, ചോദിക്കുക, ഒരു കോൺടാക്ട്. ഇപ്പൊ എങ്ങനെയൊക്കെയുണ്ട്, അസുഖമൊക്കെ പൂർണ്ണമായിട്ട് ഭേദമായോ, അല്ലെങ്കിൽ ഇപ്പൊ അതിൻ്റെതായ എന്തെങ്കിലും എന്താ പറയാ സിംറ്റംസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇടയ്ക്ക് അവരുമായിട്ട് ഒരു പരിചയം പുതുക്കല് എന്നുള്ളത്
പോലെ നടത്തി കഴിഞ്ഞാൽ അത് ഡോക്ടർ നേരിട്ട് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിനും വേണ്ടിയിട്ട് കോളേഴ്സ് ഉണ്ടാവും, ടെലി കോളേഴ്സ് ഒക്കെ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ. ഇപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അങ്ങനത്തെ കോളേഴ്സ് ഉണ്ട് കേട്ടോ. കാരണം ഇവരുടെ ഒരു ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ അഫയേഴ്സിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആളുകളിൽ നിന്ന് അറിയാനായിട്ട് ഈ കോളിംഗ് സെക്ഷൻ എന്തായാലും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി കുറച്ച് പേരൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവര് കുറച്ച് പേഷ്യൻസിന്റെ സ്ഥിരമായിട്ട് വരുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന പേഷ്യന്റ് ആണെങ്കിലും അവരുടെ ഒരു എന്താ പറയാ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് അവരോടൊന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ഇത്ര പേഷ്യൻസിനൊക്കെ ഒരു ദിവസത്തിൽ കോൾ ചെയ്ത് അവരുടെ വിവരങ്ങളൊക്കെ തിരക്കാനായിട്ടൊക്കെ ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അതൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് അവർ നടത്തുമ്പോൾ പേഷ്യൻസിനെ വിടാതെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്താനായിട്ട് ഹോസ്പിറ്റലിന് സാധിക്കും. അതാണ് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്. അറ്റൻഡ് ചെയ്യാനുള്ള ആ പേഷ്യൻസിന്റെ സ്ഥിരപ്പെടുത്തുന്നത് ഒരു പബ്ലിക് റിലേഷന്റെ സൂചകം തന്നെയാണ്. മനസ്സിലായോ? അവിടെ വരെ ക്ലിയർ ആയോ? ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് നോട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ടൊക്കെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗം എടുക്കാം. ഓക്കെ, ഇന്ന് കുറച്ച് നോട്ട് വേഗം എഴുതിയേ. നിങ്ങൾ ആ ഒരു ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി എന്ന ഹെഡിങ് എഴുതാം. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി എന്ന ഹെഡിങ് എഴുതിയിട്ട് അതിനകത്ത് ഓരോ പോയിന്റുകൾ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കുറച്ച് എഴുതാനുള്ള പോയിന്റുകൾ. എന്തോ indicators for evaluating public relations in the community. Public relations in the community. അതില് നമ്മള് എക്സ്ട്രാ എഴുതി വെക്കേണ്ട നോട്ടുകളൊന്ന് എഴുതാട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അയർ എന്ന് എഴുതാ കേട്ടോ. ക്വസ്റ്റ്യൻ അയർ എഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. എ ക്വസ്റ്റ്യൻ അയർ ഈസ് എ list of questions which includes multiple choice questions or yes or no questions in the printed form. അതിന്റെ ഒരു ചെറിയ മാതൃകയാണ് അവിടെ താഴെ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാ കാണാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. അത്രേ ഉള്ളൂ. കുറെ ചോദ്യങ്ങൾ അത് ഹോസ്പിറ്റലിൽ വരുന്നതിന്റെ തൊട്ട് പോകുന്നവിടെ വരെയുള്ള റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ കേട്ടാ. ഒരു പേജിലൊക്കെ നിറച്ച് കുറെ ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് ആൻസർ കിട്ടുന്ന രീതിയിൽ ഇൻ പ്രിന്റഡ് ഫോം. ഓക്കെ, അടുത്തത് എഴുതാം. കസ്റ്റമർ കംപ്ലൈൻസ് എഴുതാം. കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമർ കംപ്ലൈന്റിന്റെ താഴെ ഒരു എന്താ പറയാ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ. എസഡോർ ഷാർപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കംപ്ലൈന്റിനെ കുറിച്ച് ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദ കംപ്ലൈന്റ് കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. അതങ്ങനെ തന്നെ ഒന്ന് എഴുതിയേ. അങ്ങനെ തന്നെ ഒന്ന് അങ്ങോട്ട് എഴുതാ. കൊട്ടേഷൻ അങ്ങനെ തന്നെ എഴുതാ. ഇറ്റ് ഈസ് ഇൻ ദ കംപ്ലൈന്റ് കസ്റ്റമർ റിമെമ്പേഴ്സ്. അവിടെ ഒരു കോമയുണ്ടാ. കസ്റ്റമർ ഓർത്തിരിക്കുന്നത് കൊടുക്കുന്ന കംപ്ലൈന്റുകളല്ല, മറിച്ച് ബട്ട് ദ ഔട്ട്കം. മറിച്ച് എന്താണ്? അതിന്റെ റിസൾട്ട് ആണ്, ഔട്ട്കം ആണ്. ഐസഡോർ ഷാർപ്പ് ആണ്. ISADORE. ഐസഡോർ
ISADORE, Isidore Sharp, SHARP. ഇതില്ലേ എഴുതിയോ? എഴുതി. ഓക്കെ, അടുത്തത് വോളണ്ടിയർ എന്താണ്? വോളണ്ടിയർ എഴുതിക്കോ. വോളണ്ടിയർ എന്താണെന്ന് എഴുതിക്കോ. വോളണ്ടിയർ, VOLUNTEERS, വോളണ്ടിയേഴ്സ്. Are the persons, volunteers എഴുതാ, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. Are the persons who provide services, SERVICES, services voluntarily, VOLUNTARY, voluntarily to the community, സ്വമേധയാ സേവനങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കുക. സന്നദ്ധ സേവകർ എന്ന് എഴുതി വെച്ചേക്കട്ടെ ബ്രാക്കറ്റില് മലയാളത്തില്. സന്നദ്ധ സേവകർ, അതിന്റെ മലയാളം വാക്കതാണ് സന്നദ്ധ സേവകർ. അടുത്തത് മെഡിക്കൽ ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. Turnover of medical staff. Turnover of medical staff. And the hyphen data. Medical staff tend to TEND to stay with the organization for a long time. പെൻഡ് ആണോ? PEND ആ? TND, ടെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ടെൻഡൻസി എന്ന് പറയില്ലേ നമ്മള്. ടെൻഡൻസി എന്റെ മലയാളം കറക്റ്റ് ആയിട്ട്. ആ ടെൻഡൻസി എന്ന് പറയുന്നത് നൗൺ ഫോം ആണ്. ഇത് വെർബായിട്ട് മാറി. മെഡിക്കൽ സ്റ്റാഫ് ടെൻഡ് ടു സ്റ്റേ, അതായത് നമ്മള് അവിടെ സ്റ്റേ ചെയ്യാൻ നിർബന്ധിതരാകുക, അല്ലെങ്കിൽ പറയില്ല. ടെൻഡൻസി എന്ന് പറയുന്നത് നൗൺ ഫോം ആണ്. ടെൻഡ് എന്ന് പറയാ. TNT അല്ലട്ടോ, മറ്റേത് ടെൻഡ് ആണ്, ഇത് ടെൻഡ്. ഫോർ എ ലോങ് ടൈം, ഫുൾ സ്റ്റോപ്പ്. എംപ്ലോയി ടേൺ ഓവർ ഈസ് ദ rate at which employees leave, leave and are replaced by employees പോകുന്നു and are replaced, അവിടെ വേറെ ആൾക്കാരെ റീപ്ലേസ് ചെയ്യുന്നു, by new ones in a given period of time. നിശ്ചിത സമയത്ത് അവിടെ വരുന്ന എംപ്ലോയീസ് എന്താ പറയാ പോകുന്നു, പിന്നെ ആ സ്ഥാനത്ത് വേറെ ആളെ നിയമിക്കുന്നു എന്നതിന്റെ നിരക്ക്, അതിനെയാണ് നമ്മള് എംപ്ലോയീസ് ടേൺ ഓവർ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫ് ടേൺ ഓവർ. ഏത് ഓർഗനൈസേഷനിലും ഉണ്ടാകും, മെഡിക്കൽ സ്റ്റാഫിൽ മാത്രമല്ല ഏത് ഓർഗനൈസേഷനിലും ഉണ്ട്. അതുകൊണ്ടാണ് എംപ്ലോയീസ് എന്ന വാക്ക് ഉപയോഗിച്ചേക്കുന്നത് അവിടെ. പിന്നെ ഗിവൺ പീരീഡ് ഓഫ് ടൈം.
കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇന്നെടുത്ത അത്രയും ഭാഗം ഒന്ന് വേഗം ജസ്റ്റ് ഓടിച്ചൊന്ന് വായിച്ചു നോക്കിയേ, ഓരോ പോയിന്റുകളും. മറ്റൊരു പേരല്ലേ ടീച്ചറെ വോളണ്ടറി ക്രോപ്സ് എന്ന് പറഞ്ഞ? ഏതാ? വോളണ്ടിയേഴ്സിന്റെ മറ്റൊരു പേരല്ലേ വോളണ്ടറി ക്രോപ്സ്? അതന്നെ, വോളണ്ടിയേഴ്സ് കോർപ്സ്, CORPS. മറ്റൊരു വേർഡാണ് കേട്ടോ, അതിന്റെ അതർ വേർഡാണ്. അത് നോട്ട് ചെയ്തേക്കാം കേട്ടാ. വോളണ്ടറി കോർപ്സ് എന്ന് പറയുന്നത് വോളണ്ടിയേഴ്സിന്റെ മറ്റൊരു പേരാണ്. അത് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യത. വോളണ്ടറി കോർപ്പ്, CORPS, കോർപ്സ് ഓർ വോളണ്ടിയേഴ്സ്. ജസ്റ്റ് ഒന്ന് വേഗം നോക്കിയേ. ആ ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങി വായിക്കാം. ആ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മളിങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് അവർ വിശദീകരിച്ച് പറഞ്ഞേക്കണം. ഇനിയുണ്ട് കുറച്ചും കൂടി, 2-3 പേജും കൂടി ഉണ്ട്. അത്രേ ഉള്ളൂ. ജനറൽ ഒപ്പീനിയൻ പോളിനൊരു നോട്ട് തരോ? ജനറൽ ഒപ്പീനിയൻ പോൾ അതെന്താന്ന് എഴുതണോ? മലയാളത്തിൽ എഴുതണോ? ഇംഗ്ലീഷിലായാലും മതി. എഴുതണോന്നാണോ? മലയാളത്തിൽ എഴുതണോ? അല്ലെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ചോദ്യത്തിന് പൊതുജന അഭിപ്രായം ആവശ്യമുള്ള സമയത്ത് ബന്ധപ്പെട്ട ഒരു രീതിയാണ് ജനറൽ ഒപ്പീനിയൻ പോൾ. ഏതെങ്കിലും ഒരു പ്രത്യേക ചോദ്യത്തിന് പൊതുജന അഭിപ്രായം ആവശ്യമുള്ള സമയത്ത് ബന്ധപ്പെട്ട ഒരു മെത്തേഡ് ഒരു രീതിയാണ് ജനറൽ ഒപ്പീനിയൻ പോൾ. അതിന്റെ മലയാളം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓക്കെ, കഴിഞ്ഞല്ലോ. നമുക്ക് അടുത്തൊരു പോയിന്റ് കൂടി എടുത്താലോ? ഓക്കെ, വലിയ പാടുള്ള ഭാഗമല്ലല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് ജസ്റ്റ് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ, നമുക്ക് ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഡെയിലി ലൈഫിലൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറെ കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അടുത്തത് എന്താ? അടുത്ത നമ്മള് മെഷറിങ് പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യാനുള്ള സൂചകം അടുത്ത് പറഞ്ഞതായിരുന്നു ഡൊണേഷൻ ആണ്. ഡൊണേഷൻസ്. എന്താ ഡൊണേഷൻ എന്ന് പറയാലോ? എന്താണ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ? സംഭാവനകൾ. അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഓർഗനൈസേഷൻസിലേക്ക് എന്താ പറയാ, ഉദാരമായിട്ടൊക്കെ നമ്മളുടെ പേഴ്സണൽ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന എമൗണ്ട് ആണ് അല്ലെ. അത് ആരെങ്കിലും നിർബന്ധിച്ചിട്ട് കൊടുക്കുന്നതല്ല, നമ്മളോട് ചിലപ്പോൾ ആവശ്യപ്പെടും, അല്ലാതെയും നമ്മൾ എന്ത് ചെയ്യാം,
ഒരു നല്ല കാര്യത്തിനാകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻസ് നടത്താനായിട്ടൊക്കെ താല്പര്യമുള്ളവരും ഉണ്ടാകും. അപ്പൊ അതിനെയാണ് നമ്മൾ ഡൊണേഷൻസ് വിളിക്കുന്നത്. നമ്മൾ പുവർ പീപ്പിളിന് കൊടുക്കാൻ ഡൊണേഷൻസ് സമാഹരിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേക വലിയൊരു അസുഖമൊക്കെ വന്ന് കിടക്കുമ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഡൊണേഷൻസ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് ഒരു സ്ഥലത്ത് വരണം, അത് അവിടെയുള്ള ആളുകളുടെ ആവശ്യമാണ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാം. അതും ഡൊണേഷൻസ് ആണ്. അപ്പൊ ഡൊണേഷൻസ് ഹോസ്പിറ്റൽസിലേക്കും വരാറുണ്ട് അല്ലെ? കാരണം ഹോസ്പിറ്റൽസില് എന്താ പറയാ, ആളുകൾ അവരുടെ പ്രൈമറി, അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കടമ എന്ന് പറയുന്നത് ടു ട്രീറ്റ് ദ പേഷ്യൻസ് ആൻഡ് ടു റീഹാബിലിറ്റേറ്റ് ദ ഇൽ പേഷ്യൻസ് അല്ലെ? അവിടെയുള്ള അവിടെ വരുന്ന രോഗികളെ ട്രീറ്റ് ചെയ്യുക, വയ്യാണ്ട് തീരെ അവശതയായിട്ട് വരുന്നവരെ കിടത്തിയൊക്കെ ചികിത്സിക്കേണ്ടി വരും. അപ്പൊ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടി വരും. എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ടാസ്ക്. അതൊരു സിമ്പിൾ ടാസ്ക് അല്ല, ഒരു സിംഗിൾ ടാസ്ക് അല്ല. അതിനകത്ത് ഒരുപാട് പണച്ചെലവുണ്ട്, ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇത്തരം വലിയ വലിയ എന്താ പറയാ സംരംഭങ്ങൾ തുടങ്ങേണ്ടി വരുമ്പോൾ ദ ഹോസ്പിറ്റൽസ് കനോട്ട് അഫോർഡ് ഇത്തരം കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം ചെലവുകളൊക്കെ ഒരുമിച്ച് എന്താ പറയാ ഫേസ് ചെയ്യാനോ അവർക്ക് അത് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ വരുമ്പോ ഡൊണേഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ഫ്രം ദ പബ്ലിക് അതൊക്കെ അവർക്ക് ഒരു ഇത്തരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിന് ഒരു സഹായമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡൊണേഷൻസും ഹോസ്പിറ്റൽസിലേക്ക് വരുന്ന ഡൊണേഷൻസിന്റെ അളവുകളുടെ അടിസ്ഥാനത്തിലും പബ്ലിക് റിലേഷന്റെ ആ ഒരു കാര്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൂചകം തന്നെയാണ്. കൂടുതൽ ഡൊണേഷൻ വന്ന അതിന്റെ അർത്ഥം എന്താ? കൂടുതൽ ഡൊണേഷൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പബ്ലിക് റിലേഷൻസ് നല്ല രീതിയിലുള്ളതാണെന്നാണ്, ഗുഡ് ആണ്, അത് ഹൈ പൊസിഷനിലാണ് എന്ന് മനസ്സിലാക്കാം. അതേസമയം ഒരു ഡൊണേഷനും ഇല്ല, വീട്ടിൽ ചെന്ന് അവിടെ കിടന്ന് അവരുടെ അടുത്ത് എത്ര പ്രാവശ്യം കയറി ഇറങ്ങി ചോദിച്ച് എന്തെങ്കിലും ഒരു സംഭാവനകളായിട്ട് ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്നൊരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പുതിയ സംരംഭം കൊണ്ടുവരാനാണ്, എത്ര പ്രാവശ്യം ചെന്ന് ചിലപ്പോൾ കയറി ഇറങ്ങി ചോദിച്ചാലും ചിലപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതെന്തുകൊണ്ടാ? അവിടുത്തെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള അവരുടെ ഇടപഴകുന്ന രീതി, അവരുടെ എന്താ പറയാ കോണ്ടാക്ടിങ് രീതിയൊക്കെ നല്ല രീതിയിലല്ല, ഗുഡ് അല്ലാത്തത് കൊണ്ടാണ് അത്തരം ആളുകളിൽ നിന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾക്ക് ഉള്ളതിൽ നിന്ന് പോലും ചിലപ്പോൾ ഇല്ലായ്മയുണ്ടാകുക, അത് എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കി നമുക്ക് വേണ്ടിയിട്ടല്ലേ. നമ്മുടെ പ്രദേശത്ത് ഒരു നല്ല ഹോസ്പിറ്റല്, അവിടെ നല്ല എന്താ പറയാ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകള്, നല്ല ടെക്നോളജിക്കൽ വികസനം കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെന്റുകൾ, മെഷീൻസ് ഒക്കെ ഒത്തിരി ഉണ്ട് എങ്കിൽ അത് നമുക്ക് ഒരു ഗുണമാണ്. നമ്മൾ ഈ വണ്ടി വിളിച്ച് ഒരുപാട് കാശ് വണ്ടി ചെലവിന് വേണ്ടിയിട്ട് കൊടുത്ത് ദൂരെയൊക്കെ ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിന് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കണം? ഇന്നത്തെ കാര്യമല്ല, നാളെ നമുക്ക് വരാൻ പറ്റില്ല എന്നില്ല അല്ലെ? ഏത് സമയവും നമുക്ക് പല രീതിയിലും ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മളെപ്പോഴും അലർട്ടായിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. കാരണം രോഗങ്ങൾ വരുന്ന വഴി അറിയില്ല, ഏതൊക്കെ രോഗം നമുക്കുണ്ട് ചിലപ്പോ അറിയില്ല. എല്ലായ്പ്പോഴും നമുക്ക് പോയിട്ട് ഇങ്ങനെ എല്ലാ വർഷവും പോയിട്ട് നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മൾ അതൊന്നും കൂട്ടാക്കില്ല. എല്ലാവരും പറയും വർഷാവർഷം നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തുന്നത് നല്ലതാന്നൊക്കെ പറയും. ഹോസ്പിറ്റൽസുകാരും അത് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ചില ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഫ്രണ്ടിലൊക്കെ തന്നെ ഇങ്ങനെ കുറെ സൈനേജുകൾ വെച്ചിട്ടുണ്ടാവും, എന്ത് ഇത്ര രൂപയ്ക്ക് പാക്കേജ് ആയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽസിലും വെക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളുടെ ഗതിവിഗതികളൊക്കെ മാറി ഇപ്പോ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ചെക്കപ്പുകൾ നടത്തുമ്പോൾ മാത്രമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേറെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ദൂരെയുള്ള ഹോസ്പിറ്റലുകളെ തേടി പോകുമ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ഹോസ്പിറ്റൽ സജ്ജീകരണങ്ങളോട് കൂടി ഉണ്ടെങ്കിൽ അത് അത്തരം കാര്യങ്ങൾ അവർ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല റിലേഷൻസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, അത് വേണ്ട, ഞങ്ങൾക്കത് ആവശ്യമില്ല. കാരണം അവിടെ കിട്ടുന്ന സേവനം വളരെ മോശം, ട്രീറ്റ്മെന്റ് മോശം, എല്ലാം കൊണ്ടും മോശം. നോ തിങ് ഈസ് ഗുഡ്. അവിടെ ഒന്നും തന്നെ നല്ലതെന്ന് പറയാനില്ല. അപ്പൊ പിന്നെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒന്നും പോസിറ്റീവ് ഇല്ല, എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് ഡൊണേഷൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഡൊണേഷൻ ഈസ് ഓൾസോ ആൻ ഇൻഡിക്കേറ്റർ ഫോർ മെഷറിംഗ് ദ പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യാനുള്ള മറ്റൊരു സൂചകമാണ് ഡൊണേഷൻ. അപ്പൊ ഇപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? എത്ര എണ്ണമാണ് പറഞ്ഞ മൊത്തം? എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ജനറൽ ഒപ്പീനിയൻ പോൾ, ക്വാളിറ്റി കെയർ ഓഫ് ചെക്ക് ലിസ്റ്റ് പറഞ്ഞിട്ടില്ല, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്,
extent of voluntary efforts by the community, turnover of the health staff, consistency of attendance of the patients in clinics and health care centers, പിന്നെ ഡൊണേഷൻസ്. നമ്മൾ അത്രയാണ് പറഞ്ഞത്. അതിന്റെ ഇടയിൽ നിന്ന് ഒരു പോയിന്റ് അവരിവിടെ ഈ ഡെഫിനിഷൻസിൽ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടില്ല, എവിടെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ഇൻപേഷ്യൻസ് ഹു ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതും കൂടി ഉണ്ട് പോയിന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസ് വിത്ത് ദ കമ്മ്യൂണിറ്റി ഇവാലുവേറ്റ് ചെയ്യാനുള്ള, അസർട്ടൈൻ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. 2 പോയിന്റ് കൂടി ഉള്ളൂ, അത് 2 എണ്ണം ഉണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻസും ഉണ്ട്. ബാക്കി എല്ലാ പോയിന്റും നമ്മൾ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും പോയിന്റിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വേഗം അതും കൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ. ലാസ്റ്റത്തെ പോയിന്റ് പറഞ്ഞത് ഡൊണേഷൻസ് സിമ്പിൾ സെന്റൻസിലാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ്. 1-2 പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കിയാൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അയച്ചിട്ട് 2 ക്ലാസ് കൊണ്ട് 2 ക്ലാസ് കംപ്ലീറ്റ് വേണമെന്ന് വേണ്ടി വരില്ല. പിന്നെ നമ്മുടെ ക്ലാസ് തീരും. നെക്സ്റ്റ് വീക്ക് കൊണ്ട് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ തീരും. ഡൊണേഷനെ പറ്റി ഒരു സെന്റൻസ് പറഞ്ഞുതരാമോ? ഏതിനാ? ഡൊണേഷനെ പറ്റി സെന്റൻസ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. പറഞ്ഞുതരാം. Donations are the amounts given. Donations are the amounts given for any purpose to any organization or charitable institutions, without expecting its return. തിരിച്ച് നമുക്ക് കിട്ടണം എന്നുള്ള പ്രതീക്ഷ കൂടിയല്ലാതെ തിരിച്ചു കിട്ടില്ല. അത് ആ ഒരു പ്രതീക്ഷയോടെ അല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ തിരിച്ചു കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻസിലേക്കോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുക? ഡൊണേഷൻ എന്ന് വിളിക്കുക. മതിയോ സഫിയ? ക്ലിയർ ആയോ? അപ്പൊ ഓക്കെ. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത 2 പോയിന്റ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം, അല്ലെങ്കിൽ 2 ദിവസം എനിക്ക് തയ്ക്കാൻ പറ്റില്ല ക്ലാസ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും വരെ എഴുതിയത് എടുത്തത് വരെ പഠിക്കാം കേട്ടോ എല്ലാവരും. സിമ്പിൾ അല്ലേ ഇതൊക്കെ? നമ്മളുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളതാണല്ലോ അല്ലേ? സിമ്പിൾ അല്ലേ? അത് സിമ്പിൾ അല്ല എന്ന് പറയാൻ പോണ? ശരി. അപ്പൊ ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു മിസ്. Okay, thank you, miss. Okay.